നമ്മൾ ഓൾറെഡി എർത്തിൻ്റെ ക്രസ്റ്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നതിനെക്കുറിച്ചും എർത്തിൽ കാണപ്പെടുന്ന മിനറൽസിനെ കുറിച്ചും ഒക്കെ ലാസ്റ്റ് വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് ജിയോമോർഫിക് പ്രോസസ്സിനെ കുറിച്ചാണ്. ഇതിൽ മെയിനായിട്ടും എർത്തിൻ്റെ സർഫസിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. എർത്തിൻ്റെ സർഫസ് എന്തുകൊണ്ട് ഇപ്പോഴത്തെ കാണുന്ന സ്ട്രക്ചറിലിരിക്കുന്നു, എന്തുകൊണ്ടത് അൺഈവനായിട്ട് സർഫസ് കാണപ്പെടുന്നു, എന്തുകൊണ്ട് ഇവിടെ കുറേ റിലീഫ് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വൈ ഈസ് ദ സർഫസ് ഓഫ് ദ എർത്ത് അൺഈവൻ? ഇത് ഇവിടെ മാത്രം ഡിസ്കസ് ചെയ്ത് തീരത്തില്ല, കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴും ഇതിൻ്റെ ചെറിയ എക്സ്പ്ലനേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എർത്തിൻ്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. കോണ്ടിനൻസ് ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നെ വന്ന തിയറീസ് കുറേ നമ്മൾ നോക്കി, പ്ലേറ്റ് ടെക്ടോണിക്സ് നോക്കി അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തതെന്ന് വെച്ചാൽ എർത്തിൻ്റെ ക്രസ്റ്റ് ഡൈനാമിക് ആണ്, എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം നിലവിലുള്ള ക്രസ്റ്റിൻ്റെ ലൊക്കേഷൻ പോലും കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോൾ മാറിയേക്കാം, ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്താണ്, ഇറ്റ് ഹാസ് മൂവ്ഡ് ആൻഡ് മൂവ്സ് വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി. വെർട്ടിക്കലി മൂവ് ചെയ്യുന്നുണ്ട്, ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ പാസ്റ്റാണ്, കുറേ മുൻപാണ് ശരിക്കും നല്ല റേറ്റിൽ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നത് അല്ലേ. നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് വന്ന് യൂറേഷ്യൻ പ്ലേറ്റിൽ ഇടിച്ചേക്കാം, ആ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് സ്ലോയിലാണ്. അപ്പോൾ ഇറ്റ് ഹാസ് മൂവ്ഡ് എ ബിഗ് ഫാസ്റ്റർ ഇൻ ദ പാസ്റ്റ് ദാൻ ദ റേറ്റ് അറ്റ് വിച്ച് ഇറ്റ് ഈസ് മൂവിങ് നൗ. എർത്തിൻ്റെ ഉള്ളിലും ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിനുള്ള ഒരുപാട് പ്രോസസ്സ് നടക്കുന്ന നമ്മൾ പറഞ്ഞു. മാഗ്മ, ഹോട്ട് മാഗ്മാസും മാഗ്മാസ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ക്രസ്റ്റ് ഫോം ചെയ്യാൻ ഒരു തരത്തിൽ പറഞ്ഞ കാരണം എന്താണ്, ഇത്തരത്തിലുള്ള ഇൻറ്റേർണൽ ഫോഴ്സസ് ആണ്. ഇതേ ഇൻറ്റേർണൽ ഫോഴ്സസിനും ഈ ഔട്ടർ സർഫസിന്, ക്രസ്റ്റിൻ്റെ ഔട്ടർ സർഫസിന് ഉണ്ടാകുന്ന വേരിയേഷൻസിനും ഒരു തരത്തിൽ പറഞ്ഞ പങ്കുണ്ട്. അപ്പം എർത്തിൻ്റെ സർഫസ് ഈസ് ബീങ് കണ്ടിന്യൂസ്ലി സബ്ജക്റ്റ് ടു എക്സ്റ്റേണൽ ഫോഴ്സസ് ഇൻഡ്യൂസ്ഡ് ബേസിക്കലി ബൈ ദ എനർജി ഏതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, സൺലൈറ്റാണ് നമ്മൾ ബേസിക് എനർജി പറയുന്നത്. അപ്പം എർത്തിൻ്റെ പുറമേ നിന്ന് വരുന്ന ഫോഴ്സസ് അതെന്ന് പറയുന്നത് ഏറ്റവും എർത്ത് പോലുള്ളൊരു പ്ലാനറ്റിനെ അഫക്റ്റ് ചെയ്യാനുള്ള അത്ര എനർജിയുള്ള സോഴ്സ് എന്ന് പറയുന്നത് സണ്ണായിരിക്കുമല്ലോ. അപ്പം സൺലൈറ്റ് എർത്തിനെ എക്സ്റ്റേണലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻറ്റേർണൽ ഫോഴ്സസും ആക്റ്റീവാണ്, പക്ഷേ ഇൻറ്റൻസിറ്റി ഡിഫറൻ്റ് ആണെങ്കിൽ പോലും ഇൻറ്റേർണൽ ഫോഴ്സസും ആക്റ്റീവാണ്. എക്സ്റ്റേണലി മെയിനായിട്ടും സൺലൈറ്റ് അല്ലെങ്കിൽ എനർജി ആയിട്ട് സൺലൈറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, എർത്തിൻ്റെ സർഫസിൽ രണ്ട് തരം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ഫോഴ്സസ് ഒറിജിനേറ്റിംഗ് വിത്തിൻ ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന ഫോഴ്സസ് കൊണ്ട് എർത്തിൻ്റെ സർഫസ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ചസിന് വിധേയമാകുന്നുണ്ട്. അതുകൂടാതെ എർത്തിനുള്ളിൽ നിന്ന് വിത്തിൻ ദ എർത്തിൽ നിന്ന് ഇൻറ്റേർണൽ ഫോഴ്സസും ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇത്തരത്തിൽ എർത്തിൻ്റെ എക്സ്റ്റേണലിൽ നിന്ന് വരുന്ന എക്സ്റ്റേണൽ ഫോഴ്സസിനെ പറയുന്ന പേരാണ് എക്സോജനിക് ഫോഴ്സസ്. എക്സ്റ്റേണലി വരുന്നതാണ് എക്സോജനിക് എന്ന് പറയുന്നത്. ഉള്ളിൽ നിന്ന് വരുന്ന ഇൻറ്റേർണൽ ഫോഴ്സസിനെ പറയുന്നതാണ് എൻഡോജനിക് ഫോഴ്സസ്. അപ്പോൾ എർത്തിൻ്റെ എക്സ്റ്റേണലിൽ നിന്ന് വരുന്നതാണ് എക്സോജനിക് ഫോഴ്സസ്, ഇൻറ്റേർണലിൽ നിന്ന് വരുന്നതാണ് എൻഡോജനിക് ഫോഴ്സസ്. ഈ രണ്ട് ഫോഴ്സസിനെ ബേസ് ചെയ്യാണ് ഈ ചാപ്റ്റർ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ടേംസിൽ നല്ല ക്ലാരിറ്റി വേണം. ഇനി എക്സോജനിക് ഫോഴ്സസ് കാരണം എന്ത് സംഭവിക്കുന്നു, റിസൾട്ട്സ് ഇൻ ദ വെയറിംഗ് ഡൗൺ അഥവാ ഡിഗ്രഡേഷൻ ഓഫ് റിലീഫ് ഓർ എലിവേഷൻസ് ആൻഡ് ഫില്ലിംഗ് അപ്പ്, അതിനെ പറയുന്നത് അഗ്രഡേഷനാണ്, ഓഫ് ബേസിൻസ് ഡിപ്രഷൻസ് ഓൺ ദ എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിൽ എന്തെങ്കിലും ബേസിൻസ് അഥവാ ഡിപ്രഷൻസ് ഉണ്ടെങ്കിൽ അത് ഫില്ലപ്പ് ആകുന്നു. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് അഗ്രഡേഷൻ. ഇനിയും ഏതെങ്കിലും റിലീഫ് അല്ലെങ്കിൽ എലിവേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വെയർ ഡൗൺ ചെയ്യുന്നു, അതിനെ പറയുന്ന പേരാണ് ഡീഗ്രഡേഷൻ. എന്തെങ്കിലും ബേസിൻസോ ഡിപ്രഷൻസോ ഉണ്ടെങ്കിൽ അതിന് അഗ്രഡേഷന് വിധേയമാവുന്നു, അതായത് ഫില്ലപ്പ് ആവുന്നു. ഇനിയും റിലീഫ് ഓർ എലിവേഷൻ ഉണ്ടെങ്കിൽ അത് വിയർ ഡൗൺ ആവുന്നു, അതായത് ഡിഗ്രഡേഷന് വിധേയമാവുന്നു. ഇത് സർഫസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് ആക്ട് ചെയ്യുന്നത് എന്തായിരിക്കും, എക്സോജനിക് ഫോഴ്സസ് ആയിരിക്കും. ദി ഫിനോമിനൻ ഓഫ് വിയറിംഗ് ഡൗൺ ഓഫ് ദ റിലീഫ് വേരിയേഷൻസ് ഓഫ് ദ സർഫസ് ഓഫ് ദ എർത്ത് ത്രൂ ഇറോഷൻ വഴി ഇങ്ങനെ റിലീഫ് സ്ട്രക്ചേഴ്സ് വിയർ ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗ്രഡേഷൻ. ഓക്കെ, ഗ്രഡേഷൻ. ദ എൻഡോജനിക് forces continuously elevate or build up parts of the earth's surface, and hence the exogenic process fail to even out the relief variations of the surface of the earth. ഇവിടെ ഒരു ടൈപ്പ് ഓഫ് ബാലൻസ് നടക്കുന്നത് വെച്ചാൽ എക്സോജനിക് പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ഡീഗ്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ എൻഡോജനിക് ഫോഴ്സസ്, ഇത് എർത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുള്ള ഇൻറ്റേർണൽ ഫോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻറ്റേർണൽ ഫോഴ്സസ് കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സ്ട്രക്ചേഴ്സിനെ ബിൽഡപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ എലിവേറ്റ് ചെയ്യുന്നു. ഓക്കെ, മൗണ്ടൻസ് ഒക്കെ എലിവേറ്റ് ചെയ്ത് വരുന്നു. പക്ഷേ എക്സോജനിക് ഫോഴ്സ് തന്നെ ഈ സ്ട്രക്ചേഴ്സിനെ എന്താക്കുന്നു, അതൊക്കെ ഇറോഷന് വിധേയമാക്കുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് മാറി മാറി സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് മാത്രം ഡൊമിനേറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല എക്സോജനിക് പ്രോസസ്സിന്. അതുകൊണ്ട് തന്നെ സർഫസിനെ വെയർ ഡൗൺ ചെയ്യുമ്പോൾ എൻഡോജനിക് ഫോഴ്സസ് കണ്ടിന്യൂസ് ആയിട്ട് എർത്തിൻ്റെ സർഫസിനെ എലിവേറ്റ് ചെയ്യുകയോ ബിൽഡപ്പ് ചെയ്യുകയോ ചെയ്തേക്കാം.
അപ്പോൾ ഈ വേരിയേഷൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, വേരിയേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എത്ര നാളത്തേക്ക്? ആസ് ലോങ് ആസ് ഒപ്പോസിങ് ആക്ഷൻസ് ഓഫ് എക്സോജനിക് ആൻഡ് എൻഡോജനിക് ഫോഴ്സസ് കണ്ടിന്യൂ. എക്സോജനിക്കും എൻഡോജനിക് ഫോഴ്സസ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നിടത്തോളം കാലം, ഇങ്ങനെ ഒപ്പോസിങ് ആക്ഷൻസ് നിൽക്കുന്നിടത്തോളം കാലം ഈ വേരിയേഷൻസ് എർത്തിൻ്റെ ക്രിസ്റ്റൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി എൻഡോജനിക് ഫോഴ്സ് എന്ന് പറയുന്നത് മെയിൻലി ലാൻഡ് ബിൽഡിംഗ് ഫോഴ്സസ് ആണ്. ഓക്കെ, എൻഡോജനിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ലാൻഡ് ബിൽഡിംഗ് പ്രോസസ്സ്, എൻഡോജനിക് ഫോഴ്സസ് എന്ന് പറയുന്നത് ലാൻഡ് ബിൽഡിംഗ് ഫോഴ്സസ്. ഇനിയും എക്സോജനിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അത് ലാൻഡ് വിയറിംഗ് ഫോഴ്സസ് ആണ്. എർത്തിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യുന്നതാണ്, അത് ലാൻഡ് വിയറിംഗ് ആണ്. അവിടെയുള്ള ലാൻഡിനെ, സർഫസിലുള്ള ലാൻഡിനെ വിയർ ചെയ്ത് കൊണ്ടുപോകും. എന്തുകൊണ്ടാണ് വിയർ ചെയ്യുന്നത്? ദ സർഫസ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് സെൻസിറ്റീവാണ്. എർത്തിൻ്റെ സർഫസ് ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ടാണ് ഈ ചേഞ്ചസ് ഇങ്ങനെ മാറി മാറി വരുന്നത്. ആൻഡ് ഹ്യൂമൻസ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ് ഫോർ ദെയർ സസ്റ്റനൻസ് ആൻഡ് ഹാവ് ബീൻ യൂസിങ് ഇറ്റ് എക്സ്റ്റെൻസീവ്ലി ആൻഡ് ഇൻറ്റൻസീവ്ലി. നമ്മൾ എക്സ്റ്റെൻസീവായിട്ടും ഇൻറ്റൻസീവായിട്ടും നമ്മുടെ ഈ എർത്തിൻ്റെ സർഫസിനെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അതിൻ്റെ ബാലൻസിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതുപോലെ അതിൻ്റെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഇല്ലാതാക്കാനും പാടില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പം ഒരു സെൻസിബിൾ വേയിൽ യൂസ് ചെയ്യണം. ഒരിക്കലും അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ അങ്ങനെയാണോ യൂസ് ചെയ്യുന്നത്? അല്ല, സെൻസിബിളായിട്ടല്ല നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹ്യൂമൻസ് ഹാവ് കോസ്റ്റ് എക്സ്റ്റെൻസീവ് ഡാമേജ് ടു ദ എൻവയോൺമെൻറ്റ് ത്രൂ ഓവർ യൂസ് ഓഫ് റിസോഴ്സസ്. നമുക്ക് കിട്ടുന്ന റിസോഴ്സസിനെ നമ്മളെന്താണ് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യണം, ഓവർ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡാമേജ് നമ്മൾ എർത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ എൻവയോൺമെൻറ്റിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? യൂസ് വി മസ്റ്റ്, നമ്മൾ എന്തായാലും ഉപയോഗിക്കണം അല്ലേ? പക്ഷെ നമുക്കൊരു ബാധ്യതയും കൂടെ ഉണ്ട്, നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. എന്താണ്? വി മസ്റ്റ് ഓൾസോ ലീവ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഇനഫ് ടു സസ്റ്റെയിൻ ലൈഫ് ത്രൂ ദ ഫ്യൂച്ചർ. അതിൻ്റെ പൊട്ടൻഷ്യൽ കാത്തുരക്ഷിക്കുക എന്നുള്ള ബാധ്യത നമുക്കുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫ്യൂച്ചറിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം യൂസ് വി മസ്റ്റ്, ബട്ട് മസ്റ്റ് ഓൾസോ ലീവ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഇനഫ് ടു സസ്റ്റെയിൻ ലൈഫ് ഫ്യൂച്ചർ. അതിൻ്റെ സർഫസ് ഇന്ന് ഇന്നലെയും ക്രിയേറ്റ് ചെയ്യപ്പെട്ടതല്ല, വളരെ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് ഇവിടെ കാണപ്പെടുന്ന ഓരോ റിലീഫും ഓരോ സ്ട്രക്ചേഴ്സും ഫോം ചെയ്തിരിക്കുന്നത്. അല്ലെ, ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാൻ ഒരുപാട് ലോങ് പീരിയഡ്സിൻ്റെ വേണ്ടി വന്നു. നമ്മൾ ജിയോളജിക്കൽ ടൈം സ്കെയിൽ കണ്ടതാണ്, അതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ ഒരു ഫോമിലേക്ക് ലൈഫ് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് എത്ര വർഷങ്ങളെടുത്തു, എത്ര ഇറാസ് എടുത്തു, എത്ര പീരിയഡ്സ് എടുത്തു. ആൻഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് യൂസ് ആൻഡ് മിസ്യൂസ് ബൈ ഹ്യൂമൻസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഈസ് ബീങ് ഡിമിനിഷ്ഡ് അറ്റ് എ ഫാസ്റ്റ്. പക്ഷേ എന്താണ്, ഒരു ഫാസ്റ്റ് റേറ്റിൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിമിനിഷ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഹ്യൂമൻസ് തന്നെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യൂസ് മാത്രമല്ല, മിസ്യൂസും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതിന് ഇന്നത്തെ രീതിയിൽ അതിൻ്റെ സർഫസിനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന എന്തൊക്കെ പ്രോസസ്സാണ് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ, ഏതൊക്കെ രീതിയിൽ അതിനെ പ്രിസർവ് ചെയ്യുക, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്? ടു മിനിമൈസ് ദ ഡെട്രിമെൻ്റൽ ഇഫക്ട്സ് ഓഫ് ഹ്യൂമൻ യൂസ് ആൻഡ് ടു പ്രിസർവ് ഇറ്റ് ഫോർ പ്രോസ്പെറിറ്റി. നെക്സ്റ്റ്, ജിയോമോർഫിക് പ്രോസസ് എന്താണെന്നാണ്. ദ എൻഡോജനിക് ആൻഡ് എക്സോജനിക് ഫോഴ്സസ് കോസിങ് ഫിസിക്കൽ സ്ട്രെസ്സസ് ആൻഡ് കെമിക്കൽ ആക്ഷൻസ് ഓൺ എർത്ത് മെറ്റീരിയൽസ് ആൻഡ് ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ കോൺഫിഗറേഷൻ ഓഫ് ദ സർഫസ് ഓഫ് ദ എർത്ത് ആർ നോൺ ആസ് ജിയോമോർഫിക് പ്രോസസ്സസ്. ഇപ്പോൾ ഏതൊക്കെ ഫോഴ്സാണ് പറഞ്ഞത്? എൻഡോജനിക്കും എക്സോജനിക് ഫോഴ്സും എന്ത് ചെയ്യുന്നു? കോസിങ് ഫിസിക്കൽ സ്ട്രെസ്സസ്. രണ്ട് കാര്യങ്ങൾ, ഫിസിക്കൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു, കെമിക്കൽ ആക്ഷൻസ് ഉണ്ടാക്കുന്നു. എവിടെ? എർത്തിൻ്റെ മെറ്റീരിയൽസിൽ. അപ്പം ദ എൻഡോജനിക് ആൻഡ് എക്സോജനിക് ഫോഴ്സസ് കോസിങ് ഫിസിക്കൽ സ്ട്രെസ്സസ് ആൻഡ് കെമിക്കൽ ആക്ഷൻസ് എവിടെ? ഓൺ എർത്ത് മെറ്റീരിയൽസ്. എന്നിട്ടോ ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ കോൺഫിഗറേഷൻ ഓഫ് ദ സർഫസ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ സർഫസിൻ്റെ കോൺഫിഗറേഷൻ ചേഞ്ച് വരുത്തുന്നു. ഇങ്ങനെയുള്ള പ്രോസസ്സിനെ പറയുന്ന പേരാണ് ജിയോമോർഫിക് പ്രോസസ്സ്. ഇനി ഇതിൽ ഡയസ്ട്രോഫിസവും വോൾക്കാനിസവും എൻഡോജനിക് ജിയോമോർഫിക് പ്രോസസ്സാണ്. ഡയസ്ട്രോഫിസ് എന്ന് പറയുന്നത് എർത്തിൻ്റെ ക്രസ്റ്റിന് ഡിഫോർമേഷൻ സംഭവിക്കുന്ന പ്രോസസ്സാണ്. എന്നിട്ട് ഫോൾഡിങ്ങും ഫോൾഡിങ്ങും നടക്കുന്നു. ഫോൾഡ് മോഡൻസ് ഒക്കെ ഉണ്ടാവും നമ്മൾ പറഞ്ഞില്ല. അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റേർണലി ഉണ്ടാകുന്ന പ്രോസസ്സാണ്. ഇൻറ്റേർണലി വരുന്ന ഫോഴ്സസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എൻഡോജനിക് ജിയോമോർഫിക് പ്രോസസ്സാണ്. അപ്പോൾ വോൾക്കാനോസ് നമ്മൾ പറഞ്ഞു, എർത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് മാഗ്മ വന്നിട്ട് അത് ലാവയായിട്ട് വന്നിട്ട് പുറത്തേക്ക് വരുന്നത്. നെക്സ്റ്റ്, വെതറിങ്, മാസ് വേസ്റ്റിംഗ്, ഇറോഷൻ ആൻഡ് ഡിപ്പോസിഷൻ. അത് എക്സോജനിക് ജിയോമോർഫിക് പ്രോസസ്. അപ്പോൾ എക്സോജനിക് ജിയോമോർഫിക് പ്രോസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വെതറിങ് ഉണ്ട്, മാസ് വേസ്റ്റിംഗ് ഉണ്ട്, ഇറോഷൻ, ഡിപ്പോസിഷൻ. ഇത്തരത്തിലുള്ള എക്സോജനിക് പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. എർത്ത് മൂവ്മെൻറ്റ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് എൻഡോജനിക് മൂവ്മെൻറ്റ്, രണ്ടാമത്തത് എക്സോജനിക് എന്ന് പറഞ്ഞിട്ട്. എൻഡോജനിക്കിനെ ഡയാസ്ട്രോഫിസം എന്നും സഡൻ മൂവ്മെൻറ്റ് എന്നും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന ഡയാസ്ട്രോഫിസിനെ കുറിച്ചാണ് പറയുന്നത്. ഡയാസ്ട്രോഫിസം, ഇനി സഡൻ മൂവ്മെൻറ്റ്, പെട്ടെന്നുണ്ടാകുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം എർത്ത് കേക്ക് പെട്ടെന്നാണ്, വോൾക്കാനോസ് പെട്ടെന്നാണ് പൊട്ടിത്തെറിക്കുന്നത് അല്ലേ. അപ്പം എർത്ത് കേക്കും വോൾക്കാനോസ് എന്ന് പറയുന്നത് സഡൻ മൂവ്മെൻറ്റിനകത്ത് പറയാം. ഡയാസ്ട്രോഫിസം എന്ന് പറയുന്നത് പതുക്കെ കുറേ നാളുകളെടുത്ത് വരുന്നതാണ്. ഓക്കെ, അതെന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് അപ്പേറോജനിക് ഉണ്ട്, രണ്ടാമത് ഓറോജനിക് ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും, പക്ഷേ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കേട്ടിരിക്കുക.
ഡയസ്ട്രോഫിസം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് എപ്പേറോജനിക് ഉണ്ട്, രണ്ടാമത് ഓറോജനിക് ഉണ്ട്. എപ്പേറോജനിക് എന്ന് പറയുന്നത് കോണ്ടിനെൻറ്റ് ഫോമിംഗ് പ്രോസസ്സാണ്. എപ്പേറോജനിക് എന്ന് പറയുന്നത് കോണ്ടിനെൻറ്റ് ഫോമിംഗ് ആണ്. ഓറോജനിക് എന്ന് പറഞ്ഞാൽ എന്ത് റിലേഷൻ, മൗണ്ടനായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും വരുന്നത്. സോ ഓറോജനിക് എന്ന് പറയുന്നത് മൗണ്ടൻ ബിൽഡിംഗ് പ്രോസസ്സാണ്. ഇനിയും എക്സോജനിക് നോക്കാം. എക്സോജനിക് എന്ന് പറയുന്നത് വെതറിംഗ് ഉണ്ട്, ഇറോഷൻ ഉണ്ട്. വെതറിങ്ങിനകത്ത് വരുന്ന വെതറിംഗ് 3 തരത്തിലുണ്ട്. ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ വെതറിംഗ്. ഇങ്ങനെ 3 തരത്തിൽ വെതറിംഗ് ഉണ്ട്. ഇറോഷൻ പറയുമ്പോഴത്തേക്കും അത് ഐസും ഉണ്ട്, പിന്നെ റിവർ വാട്ടർ ഇറോഷൻ, സീ ഉണ്ട്, വിൻഡ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ, ഇങ്ങനെ പല രീതിയിൽ ഇറോഷൻ നടക്കാം. അതുകൂടാതെ മാസ് വേസ്റ്റിംഗ് ഒക്കെ ഈ ഇറോഷനകത്ത് എക്സോജനിക് മൂവ്മെൻറ്റ് വരുന്നതാണ്. അപ്പം എർത്ത് മൂവ്മെൻറ്റ് രണ്ട് രീതിയിലുണ്ടായിരുന്നു. ഒന്ന് എൻഡോജനിക് ഉണ്ടായിരുന്നു, രണ്ടാമത്തെ എക്സോജനിക് എന്ന് പറയുന്നത്. എൻഡോജനിക് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റേർണലി ഉള്ള ഫോഴ്സ് കൊണ്ട് നടക്കുന്നതാണ്. പിന്നെ എക്സോജനിക് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്റ്റേർണലി വരുന്ന ഫോഴ്സ് കൊണ്ട് നടക്കുന്നതാണ്. സണ്ണായിരിക്കും മെയിനായിട്ടും, സണ്ണിൻ്റെയൊക്കെ ആക്ടിവിറ്റീസ് കൊണ്ട് നടക്കുന്നതാണ്. ഇനിയും എൻഡോജനിക്കിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഇൻറ്റേർണൽ ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്നതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡയസ്ട്രോഫിസം എന്നും പിന്നെ സഡൻ മൂവ്മെൻ്റ് എന്നും. ഡയസ്ട്രോഫിസത്തിനെ പിന്നെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എപ്പേറോജനിക്, ഓറോജനിക്. എപ്പേറോജനിക് എന്ന് വെച്ചാൽ കോണ്ടിനെൻറ്റ് ഫോമിംഗ് ആണ്, ഓറോജനിക് എന്ന് വെച്ചാൽ മൗണ്ടൻ ബിൽഡിംഗ് ആണ്. സഡൻ മൂവ്മെൻറ്റ് എർത്ത് ഉണ്ടാകുന്നതും വോളിക്കാനോസ് ഉണ്ടാകുന്നതൊക്കെ സഡൻ മൂവ്മെൻറ്റിന് എക്സാമ്പിളാണ്. അത് എൻഡോജനിക്കിനകത്ത് വരുന്നു. എക്സോജനിക് പറയുകയാണെന്നുണ്ടെങ്കിൽ വെതറിങ്ങും ഇറോഷനും ഉണ്ട്. വെതറിംഗ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ, അങ്ങനെ 3 ടൈപ്പ് ഓഫ് വെതറിംഗ് ഉണ്ട്. ഇറോഷൻ നമുക്ക് നോക്കാം. ഇനി എനി എക്സോജനിക് എലമെൻറ്റ് ഓഫ് നേച്ചറിൻ്റെ ഏതൊരു എക്സോജനിക് എലമെൻറ്റും ഏതൊക്കെയാണ്? വാട്ടർ ആകാം, ഐസ് ആകാം, വിൻഡ് ആകാം, ഇതിൽ ഏതായാലും. ഡെറിവേഷൻ വന്നപ്പോൾ അതിൻ്റെ ഏജൻസിനും കൂടെ പറഞ്ഞു ഐസ് ഉണ്ട്, ഓക്കെ, വാട്ടർ ഉണ്ട്, പിന്നെ വിൻഡ് ഉണ്ട്, ഇതിൽ ഏതായാലും. പിന്നെ സീൻ്റെ ആവാം, അണ്ടർഗ്രൗണ്ട് വാട്ടർ, ഇതിൽ ഏതായാലും തന്നെ capable of acquiring and transporting earth materials can be called as geomorphic agent. അപ്പം ഇങ്ങനെയുള്ള ഏജൻറ്റ് എർത്തിൻ്റെ മെറ്റീരിയലിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് capable ആയിട്ടുള്ള ഏതൊരു എക്സോജനിക് എലമെൻറ്റിനെയും നമുക്ക് ജിയോമോർഫിക് ഏജൻറ്റ് എന്ന് വിളിക്കാം. വെൻ ദീസ് എലമെൻറ്റ്സ് ഓഫ് നേച്ചർ ബിക്കം മൊബൈൽ ആവുന്നത് എങ്ങനെയാണ്? ഡ്യൂ ടു ഗ്രേഡിയൻസ്. അപ്പം ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്ലോപ്പ് ആയിരിക്കാം അല്ലേ, ചിലപ്പം ക്വാണ്ടിറ്റിയിലുള്ള ചേഞ്ചസ് ആവും. അപ്പോൾ സ്ലോപ്പ് ആണെങ്കിൽ തന്നെ എന്ത് സംഭവിക്കും? ഇവിടെ അവ മൊബൈലാവും, മൂവബിൾ ആവും. ഇങ്ങനെ റിമൂവ് മെറ്റീരിയൽസ് ആൻഡ് ട്രാൻസ്പോർട്ട് ദെം ഓവർ സ്ലോപ്സ്. എന്നിട്ട് എന്ത് ചെയ്യും? അവ സ്ലോപ്പിലൂടെ ഈ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് ദെം അറ്റ് ലോവർ ലെവൽ. എന്നിട്ട് അത് ലോവർ ലെവലിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ ഇവിടെ വെച്ച് എന്തെങ്കിലും ഒരു സാധനം പൊടിഞ്ഞു, എന്തെങ്കിലും വെതറിങ് നടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സോജനിക് ഏജൻസിൻ്റെ ആക്ടിവിറ്റി മൂലം ഇവിടെ കുറച്ച് പാറകൾ പൊളിഞ്ഞു എന്ന് വെച്ചു. എന്നിട്ട് അവ എന്ത് ചെയ്യും? ഈ സ്ലോപ്പ് വഴി താഴത്തേക്ക് നിറങ്ങിയിറങ്ങും. എന്താണ്? ഇറോഷനാണ്. ഇങ്ങനെ ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് എവിടെയെങ്കിലും ഒരു പ്രതലത്തിൽ കൊണ്ടുപോയിട്ട് ഒരു സ്ലോപ്പ് തീരുന്നൊരു സ്ഥലം ഉണ്ടാവില്ല, കുറച്ച് പ്ലെയിൻ ഏരിയയിൽ, അവിടെ കൊണ്ടുപോയിട്ട് ഇതിനെല്ലാം എന്താണ്? ഡിപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ഡിപ്പോസിഷൻ നടക്കും. ഇറോഷൻ നടക്കും, ഡിപ്പോസിഷൻ നടക്കും. അതായത് ഇവിടുന്ന് ഈ പ്രതലത്തിൽ നിന്ന് ഇറോഡ് ചെയ്ത് പോയിട്ട് ഈ താഴത്ത് സ്ലോപ്പ് തീരുന്ന ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. ഈ ജിയോമോർഫിക് പ്രോസസ്സ് ആയാലും ജിയോമോർഫിക് ഏജൻസ് ആയാലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് സാധനം. എക്സോജനിക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവ സെയിം തന്നെയാണ്. അപ്പോൾ അൺലെസ് സ്റ്റേറ്റഡ് സെപ്പറേറ്റ്ലി ഇവയെല്ലാം സെയിം തന്നെയാണ്. ഇനി ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ എർത്ത് മെറ്റീരിയൽസ് അഫക്റ്റിംഗ് ദ സെയിം. എർത്തിലെ മെറ്റീരിയലിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ്, എർത്തിൻ്റെ മെറ്റീരിയലിനെ അഫക്റ്റ് ചെയ്യുന്ന, അതിൻ്റെ മെറ്റീരിയൽ തന്നെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഏജൻറ്റ് ഈസ് എ മൊബൈൽ മീഡിയം. എന്തെങ്കിലും മൂവബിൾ ആയിട്ടുള്ള മൊബൈൽ മീഡിയം ആയിരിക്കും. എങ്ങനത്തെ? ഒരു റണ്ണിങ് വാട്ടർ പോലത്തെ, മൂവിങ് ഐസ് മാസസ് പോലത്തെ, വിൻഡ് പോലത്തെയോ, വേവ്സോ അല്ലെങ്കിൽ കറൻസ്, ഓഷൻ കറൻസ് പോലെ ഒരു മൊബൈൽ മീഡിയം ആയിരിക്കും. അതിന് പാർട്ടിക്കിൾസിനെ ക്യാരി ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. ഓക്കെ, അതാണ് ഏജൻറ്റ് എന്ന് പറയുന്നത്. വിച്ച് റിമൂവ്സ്, ട്രാൻസ്പോർട്ട്സ് ആൻഡ് ഡിപ്പോസിറ്റ്സ് എർത്ത് മെറ്റീരിയൽസ്. എന്ത് ചെയ്യും? ഈ എർത്ത് മെറ്റീരിയൽസിനെ അവ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്യും, ക്യാരി ചെയ്യും, എന്നിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. ഇവിടെ എന്താ സംഭവിച്ചു? ഇവിടുന്ന് എർത്ത് മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ട് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്തു അതിനെ കൊണ്ടാണ് പോകുന്നത്, ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്നിട്ട് എന്ത് ഇവിടെ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി റണ്ണിങ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ, ഗ്ലേഷ്യേഴ്സ്, വിൻഡ്, വേവ്സ്, കറൻസ് എക്സെട്ര ക്യാൻ ബി കോൾഡ് ആസ് ജിയോമോർഫിക് ഏജൻറ്റ്സ്. ജിയോമോർഫിക് ഏജൻറ്റും ജിയോമോർഫിക് പ്രോസസ്സും അൺലെസ് സ്റ്റേറ്റഡ് സെപ്പറേറ്റ്ലി ഇവ സെയിം ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ജിയോമോർഫിക് ഏജൻറ്റായിട്ട് ഏതിനൊക്കെ പറയാം? റണ്ണിങ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ, ഗ്ലേഷ്യേഴ്സ്, വിൻഡ്, വേവ്സ്, കറൻസ്. ഇതൊക്കെ എക്സോജനിക് ആണ്. ഇനി ഗ്രാവിറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ഗ്രാവിറ്റി ബിസൈഡ്സ് ബീങ് എ ഡയറക്ഷണൽ ഫോഴ്സ് ആക്ടിവേറ്റിംഗ് അവർ ഡൗൺ സ്ലോ മൊമെൻറ്റ്സ്. ഇപ്പോൾ മുകളിൽ നമ്മൾ താഴത്തേക്കായിരിക്കും എന്ന് വീഴുന്നത് അല്ലേ. അപ്പോൾ ഡൗൺ സ്ലോ മൊമെൻറ്റിനെ നമ്മൾ ഗ്രാവിറ്റി എപ്പോഴും ഫേവർ ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് മാത്രമല്ല, ജിയോഗ്രഫിയുടെ കേസ് നോക്കുമ്പോൾ ഇറ്റ് ഓൾസോ കോസസ് സ്ട്രെസ്സസ് ഓൺ ദ എർത്ത് മെറ്റീരിയൽ. എർത്തിൻ്റെ മെറ്റീരിയൽസ് അവ സ്ട്രെസ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ സ്ട്രെസ്സസ് എന്ത് ചെയ്യും? ആക്ടിവേറ്റ് വേവ് ആൻഡ് ടൈഡ്. വേവ്സിനെയും ടൈഡിനെയും ആക്ടിവേറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് തന്നെ കറൻസും വിൻഡ്സും ഫോം ചെയ്യും.
ഇനി അതുപോലെ തന്നെ ഗ്രാവിറ്റിയും ഗ്രേഡിയൻസും ഇല്ലാണ്ട് ദെയർ വുഡ് ബി നോ മൊബിലിറ്റി ആൻഡ് ഹെൻസ് നോ ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡിപ്പോസിഷൻ ആർ പോസിബിൾ. ഗ്രാവിറ്റിയും ഗ്രേഡിയൻസും ഇല്ലാതെ ഈ പറഞ്ഞ മൊബിലിറ്റി ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഇറോഷൻ നടക്കില്ല, ട്രാൻസ്പോർട്ടേഷൻ നടക്കില്ല, ഡിപ്പോസിഷൻ നടക്കില്ല. So gravitational stresses are as important as other geometric processes. So gravitational സ്ട്രെസ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ആരോട്? ജിയോമെട്രിക് പ്രോസസ്സിനോട് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാവിറ്റി ഈസ് എ ഫോഴ്സ് ദാറ്റ് ഈസ് കീപ്പിംഗ് us in contact with the surface and is a force that switches on the movement of all surface material on earth. നമ്മൾ എർത്തിൻ്റെ സർഫസിൽ പിടിച്ചു നിർത്തുന്നത് തന്നെ ഗ്രാവിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രേഡിയൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ദ മൂവ്മെൻറ്റ്സ് ഒന്നുകിൽ എർത്തിൻ്റെ ഉള്ളിൽ തന്നെ ആണെങ്കിലും ഓർ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്തിൻ്റെ സർഫസിലാണെങ്കിലും ഒക്കെ ഡ്യൂ ടു ഗ്രേഡിയൻസ് ഫ്രം ഹയർ ലെവൽ ടു ലോവർ ലെവൽ. ഒന്നുകിൽ ഹയർ ലെവലിൽ നിന്നുള്ള സൺ ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഹൈ പ്രഷറുകളുടെ അടുത്ത് നിന്ന് ലോ പ്രഷർ ഏരിയാസിലോട്ടൊക്കെ മൂവ് ചെയ്യുന്നതാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. എന്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടോ അവിടുന്ന് കൂടുതലുള്ള ക്വാണ്ടിറ്റിയിൽ നിന്ന് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി, ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ. ഇനി എൻഡോജനിക് പ്രോസസ്സ് നോക്കാം. The energy emanating from within the earth is the main force behind endogenic geomorphic process. എങ്ങനെയാണ് ഈ എനർജി ഒറിജിനേറ്റ് ചെയ്യുന്നത്? വിത്തിൻ ദ എർത്തിൻ്റെ ഉള്ളിൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്, റൊട്ടേഷൻ ആൻഡ് ടൈഡൽ ഫ്രിക്ഷൻ ആൻഡ് പ്രൈമോഡിയൽ ഹീറ്റ് ഫ്രം ദ ഒറിജിൻ ഓഫ് ദ എർത്ത്. അപ്പോൾ എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ ഈ എനർജി ഒറിജിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്, റൊട്ടേഷൻ ആൻഡ് ടൈഡൽ ഫ്രിക്ഷൻ ആൻഡ് പ്രൈമോഡിയൽ ഹീറ്റ് ഫ്രം ദ ഒറിജിൻ ഓഫ് ദ എർത്ത്. ശരിക്കും ജിയോ തെർമൽ ഗ്രേഡിയൻസ് കൊണ്ടുണ്ടാകുന്നതാണ്. ദിസ് എനർജി ഡ്യൂ ടു ജിയോ തെർമൽ ഗ്രേഡിയൻസ് ആൻഡ് ഹീറ്റ് ഫ്ലോ ഫ്രം വിത്തിൻ ഇൻഡ്യൂസസ് എ ഡയാസ്ട്രോപ്പിസം ആൻഡ് വോൾക്കാനിസം ഇൻ ദ ലിത്തോസ്ഫിയർ. അപ്പോൾ ലിത്തോസ്ഫിയറിൽ ഡയാസ്ട്രോപ്പിസം വോൾക്കാനിസം ഇതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഡയാസ്ട്രോപ്പിസം വോൾക്കാനിസം സംഭവിക്കുന്നു. ഇനി അടുത്ത് നോക്കിക്കുക. ഡ്യൂ ടു ദ വേരിയേഷൻസ് ഇൻ ജിയോതെർമൽ ഗ്രേഡിയൻസിന് വേരിയേഷൻസ് ഉണ്ട് ആൻഡ് ഹീറ്റ് ഫ്ലോ ഫ്രം വിത്തിൻ. ഓക്കെ, ഡ്യൂ ടു ദ വേരിയേഷൻസ് ഇൻ ജിയോതെർമൽ ഗ്രേഡിയൻസ് ആൻഡ് ഹീറ്റ് ഫ്ലോ ഫ്രം വിത്തിൻ. പിന്നെ എന്താണ്? ക്രിസ്റ്റൽ തിക്നെസ് ആൻഡ് സ്ട്രെങ്ത്. ക്രസ്റ്റിൻ്റെ തിക്നെസ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഹെവി മൗണ്ടൻസ് ഉള്ളിടത്ത് ക്രസ്റ്റിന് കുറച്ചും കൂടെ തിക്നെസ് കൂടുതലായിരിക്കും. കോണ്ടിനെൻറ്റിന് തിക്നെസ് കൂടുതലായിരിക്കും, അതിനേക്കാൾ തിക്നെസ് കൂടുതലായിരിക്കും ഹെവി മൗണ്ടൻസ് ഉള്ളിടത്ത്. ഓഷ്യൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനേക്കാൾ തിക്നെസ് കുറവായിരിക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്. അപ്പം ഓരോ സ്ഥലത്തും തിക്നെസ് വേറെ വേറെയാണ് വരുന്നത്, സ്ട്രെങ്ത് വേറെയാണ്. അതുകൊണ്ട് തന്നെ ദ ആക്ഷൻ ഓഫ് എൻഡോജനിക് ഫോഴ്സസ് ആർ നോട്ട് യൂണിഫോം. അതുകൊണ്ട് തന്നെ എൻഡോജനിക് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് യൂണിഫോം ആയിട്ടല്ല. അതുകൊണ്ട് തന്നെ ടെക്ടോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒറിജിനൽ ക്രിസ്റ്റൽ സർഫസ് എന്ന് പറയുന്നത് അൺഈവൻ ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം കണ്ടില്ലായിരുന്നു, വൈ ഈസ് ദ സർഫസ് ഓഫ് ദ എർത്ത് അൺഈവൻ? അതേ പ്രോസസ്സിനെ കുറിച്ചൊക്കെ ജനറലായിട്ട് പറയാം. ഇത്രയൊക്കെ റിലീഫ് സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നുണ്ട്, ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുത്തെ ഈ മെയിൻ പോയിന്റ് കൂടെ ആഡ് ചെയ്യാം. എന്താണ്? ഡ്യൂ ടു ദ വേരിയേഷൻസ് ഇൻ ജിയോതെർമൽ ഗ്രേഡിയൻസ് ആൻഡ് ഹീറ്റ് ഫ്ലോ ഫ്രം വിത്തിൻ. പിന്നെ ക്രിസ്റ്റൽ തിക്നെസ് ആൻഡ് സ്ട്രെങ്ത്. ദ ആക്ഷൻ ഓഫ് എൻഡോജനിക് ഫോഴ്സസ് ആർ നോട്ട് യൂണിഫോം ആൻഡ് ഹെൻസ് എ ടെക്ടോണിക്കലി കൺട്രോൾഡ് ഒറിജിനൽ ക്രിസ്റ്റൽ സർഫസ് ഈസ് അൺഈവൻ. നെക്സ്റ്റ് ഡയസ്റ്റോപ്പിസം ആണ്. ഓൾ പ്രോസസ് ദാറ്റ് മൂവ്, എലവേറ്റ് ഓർ ബിൽഡ് അപ്പ് ദ പോർഷൻസ് ഓഫ് ദ എർത്ത് ക്രസ്റ്റ്. എർത്തിൻ്റെ ക്രസ്റ്റിനെ മൂവ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ എലിവേറ്റ് ചെയ്യിക്കുന്ന അഥവാ ബിൽഡപ്പ് ചെയ്യിക്കുന്ന പ്രോസസ്സ് എല്ലാം തന്നെ ഡയാസ്റ്റോപ്പിസത്തിനകത്ത് വരുന്നു. ഇതിലെന്തൊക്കെ വരാം? ഓറോജനിക്ക് വരാം, എപ്പേറോജനിക്ക് വരാം, പിന്നെ എർത്ത് വരാം, പ്ലേറ്റ് ടെക്ടോണിക്സ് വരാം. നമ്മൾ ആദ്യം ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞു, ഇതിപ്പോൾ അവർ ജനറലായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓറോജനിക് എന്താണ്? ദ പ്രോസസ് ഇൻവോൾവിംഗ് മൗണ്ടൻ ബിൽഡിംഗ് ത്രൂ സെവിയർ ഫോൾഡിംഗ് ആൻഡ് അഫക്റ്റിംഗ് ലോങ് ആൻഡ് നാരോ ബെൽറ്റ് ഓഫ് ദി എർത്ത് ക്രസ്റ്റ്. നെക്സ്റ്റ് ഒന്ന് എപ്പേറോജനിക് എന്താണ്? പ്രോസസ് ഇൻവോൾവിംഗ് അപ്ലിഫ്റ്റ് ഓർ വാർപ്പിംഗ് ഓഫ് ലാർജ് പാർട്ട് ഓഫ് ദ എർത്ത് ക്രസ്റ്റ്. എർത്തിൻ്റെ ക്രസ്റ്റിൻ്റെ ഒരു ലാർജ് പാർട്ടിനെ അപ്ലിഫ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വാർപ്പ് ചെയ്യുകയോ ചെയ്യുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കോണ്ടിനെൻറ്റ് ബിൽഡിംഗ് ആയിരിക്കും. നെക്സ്റ്റ് എർത്ത് ക്വേക്സ് ഇൻവോൾവിംഗ് ലോക്കൽ റിലേറ്റീവ്ലി മൈനർ മൂവ്മെൻറ്റ്സ്. ലോക്കലായിട്ടുള്ള റിലേറ്റീവ്ലി മൈനർ മൂവ്മെൻറ്റ്സ് വരെ എർത്ത് ക്വേക്കിനകത്ത് വരാം. എന്തായാലും ഡയസ്റ്റോപ്പിസിൻ്റെ നമ്മളിതെല്ലാം പറയുന്നുണ്ട്. പ്ലേറ്റ് ടെക്ടോണിക്സ് ഇൻവോൾവിംഗ് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് ദ ക്രസ്റ്റൽ പ്ലേറ്റ്സ്. ക്രസ്റ്റൽ പ്ലേറ്റിൻ്റെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്. പ്ലേറ്റ് ടെക്ടോണിക്സ് നമ്മൾ ഓൾറെഡി കുറേ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഐ എം നോട്ട് ഗോയിങ് ടു സ്പെൻഡ് മോർ ടൈം ഓൺ ദാറ്റ്. ഡയസ്റ്റോപ്പിസിൽ എർത്തിൻ്റെ ക്രസ്റ്റിനെ മൂവ് ചെയ്യുകയോ എലിവേറ്റ് ചെയ്യുകയോ ബിൽഡപ്പ് ചെയ്യുകയോ ചെയ്യുന്ന എന്തൊരു പ്രോസസ്സും വരാം. ഓറോജനിക് പ്രോസസ്സ് ഉണ്ട്, അത് മൗണ്ടൻ ബിൽഡിംഗ് ആണ്. അപ്പേറോജനിക് എന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ എന്താണ്? The process involving uplift or warping of large part of the earth's crust. Next earthquake involving local relatively minor movements. Next plate tectonics ആണ്, involving horizontal movement of the crustal plates. ഇനി ഓറോജനി നടക്കുമ്പോൾ the crust is severely deformed into folds. നിരവധി ഫോൾഡുകൾ ഫോം ചെയ്യുന്നു. എപ്പേറോജനി നടക്കുമ്പോഴത്തേക്കും there may be simple deformation ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഓറോജനി നടക്കുമ്പം ക്രസ്റ്റ് സിവിയർലി ഡിഫോംഡ് ആവുന്ന ഫോൾഡുകൾ രൂപപ്പെടുന്നു. എപ്പേറോജനി നടക്കുമ്പം സിമ്പിൾ ഡിഫോമേഷനാണ് ഉണ്ടാകുന്നത്. സിവിയർ ഡിഫോമേഷൻ നടക്കുന്നത് ഓറോജനിയിലാണ്.
സിവിയർ ആയിട്ട് ഡിഫോർമേഷൻ നമുക്ക് മൗണ്ടനിലല്ലേ കാണാൻ പറ്റുന്നത്. ഇനി എപ്പേറോജനി എന്ന് പറയുമ്പോഴത്തേക്കും സിമ്പിൾ ഡിഫോർമേഷനെ കാണുള്ളൂ. ഓറോജനി ഈസ് എ മൗണ്ടൻ ബിൽഡിംഗ് പ്രോസസ്, വെറാസ് എപ്പേറോജനി ഈസ് എ കോണ്ടിനെന്റൽ ബിൽഡിംഗ് പ്രോസസ്. Through the process of orogeny, eperogeny, earthquakes and plate tectonics, there can be faulting and fracturing of the crust. ക്രസ്റ്റ് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഫോൾട്ടിന് വിധേയമാകാം അല്ലെങ്കിൽ ഫ്രാക്ചറിങ് നടന്നേക്കാം. അപ്പോൾ ഈ പ്രോസസ്സിലെല്ലാം തന്നെ എർത്തിൻ്റെ ക്രസ്റ്റിന് ഫോൾട്ടിങ് നടക്കാം, ഫ്രാക്ചറിങ് നടക്കാം. ഓൾ ദീസ് പ്രോസസ് കോസസ് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ PVT ചേഞ്ചസ്. പ്രഷർ ചേഞ്ച് ഉണ്ടാക്കും, വോളിയം ചേഞ്ച് ഉണ്ടാക്കും, ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ റോക്കിൽ മെറ്റമോർഫിസം നടക്കും. നമ്മൾ മിനറൽസ് ആൻഡ് റോക്സിനകത്ത് പറഞ്ഞപ്പോഴത്തേക്കും മെറ്റമോർഫിസത്തിൽ പറഞ്ഞ മെയിൻ സംഭവമാണ് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാകുന്നതിനെക്കുറിച്ച്. ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ മതി. ഓൾ ദീസ് പ്രോസസ്സ് ഇത്തരത്തിലുള്ള ഫോൾട്ടിങ്ങും ഫ്രാക്ചറും ഉണ്ടാക്കുന്ന എർത്തിൻ്റെ ക്രിസ്റ്റൽ ഉണ്ടാക്കുന്ന പ്രോസസ്സ് അവ ഏതൊക്കെയാണ്? ഓറോജനി, എപ്പേറോജനി, എർത്ത് കേക്ക്, പ്ലേറ്റ് ടെക്ടോണിക്സ്. ഇതിലെല്ലാം കൊണ്ട് തന്നെ PVT പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ മെറ്റമോർഫിസം ഇൻഡ്യൂസ് ചെയ്തേക്കാം റോക്സിൽ. എപ്പേറോജനി ഓറഞ്ച് നമ്മൾ ഡിഫറൻസ് സൈറ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ. എന്താണ്, മൗണ്ടൻ ബിൽഡിംഗ് ആണ്. ഇതെന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ബാക്കി ഇവിടെ മുകളിൽ പറഞ്ഞ് നോക്കിയാൽ മതി. നെക്സ്റ്റ് വോൾക്കാനിസം. ഒരു മെയിൻ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് വോൾക്കാനിസം എന്താണെന്നതിനെ കുറിച്ച്. എനിവേസ്, വോൾക്കാനിസം ഇൻക്ലൂഡ്സ് എ മൂവ്മെൻറ്റ് ഓഫ് ദ മോൾട്ടൻ റോക്ക് മാഗ്മ ഓൺ ടു ഓർ ടുവേർഡ് ദ എർത്ത് സർഫസ് ആൻഡ് ഓൾസോ ഫോർമേഷൻ ഓഫ് മെനി ഇൻട്രൂസീവ് ആൻഡ് എക്സ്ട്രൂസീവ് വോൾക്കാനിക് ഫോംസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരുപാട് ഇൻട്രൂസീവ് ആൻഡ് എക്സ്ട്രൂസീവ് വോൾക്കാനിക് ഫോംസും ഫോം ചെയ്യും വോൾക്കാനിസം കാരണം. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, വാട്ട് ഡു ദ വേർഡ്സ് വോൾക്കാനിസം ആൻഡ് വോൾക്കാനോസ് ഇൻഡിക്കേറ്റ്? രണ്ട് തമ്മിൽ വ്യത്യാസം എന്താ? വോൾക്കാനിസം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ എൻറ്റയർ ഫിനോമിനെ പറയുന്ന പേരാണ്. എന്ന് വെച്ചാൽ എന്തൊക്കെ വരും അതിനകത്ത്? കണക്റ്റഡ് വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഹീറ്റഡ് മെറ്റീരിയൽ ഫ്രം എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നും സർഫസിലേക്ക് വരുന്ന ഒരു ഫുൾ ഫിനോമിനെ പറയുന്ന പേരാണ് വോൾക്കാനിസം എന്ന് പറയുന്നത്. ഇനി വോൾക്കാനോ എന്ന് പറയുന്നത് ഒരു വെൻറ്റ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ആണ്. വോൾക്കാനോ എന്ന് പറഞ്ഞാൽ വെൻറ്റ് ഓർ ഓപ്പണിംഗ് ആണ്. ആ വെൻറ്റ് ഓർ ഓപ്പണിംഗ് ആണ്. അതുവഴിയാണ് ശരിക്കും ഈ ഗ്യാസസും ലാവയും ഒക്കെ പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെൻറ്റ് ഓർ ഓപ്പണിങ്ങിനെ പറയുന്നതാണ് എർത്തിൻ്റെ സർഫസിലേക്ക് മറ്റ് ലാവേനെയൊക്കെ തുറന്നു വിടുന്ന ഈ വെൻറ്റ് ഓർ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് വോൾക്കാനോ എന്ന്. ആ ഒരു എൻറ്റയർ പ്രോസസ്സിനെ പറയുന്ന പേരാണ് വോൾക്കാനിസം. നെക്സ്റ്റ് എക്സോജനിക് പ്രോസസ്സാണ്. എക്സോജനിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഡിറൈവ് ദർ എനർജി ഫ്രം അറ്റ്മോസ്ഫിയർ ഡിറ്റർമൈൻഡ് ബൈ ദ അൾട്ടിമേറ്റ് എനർജി ഫ്രം ദ ഇവിടെ നിന്നാണ് സൺ ആൻഡ് ഓൾസോ ദ ഗ്രേഡിയൻസ് ക്രിയേറ്റഡ് ബൈ ടെക്ടോണിക് ഫാക്ടേഴ്സ്. ടെക്ടോണിക് ഫാക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഗ്രേഡിയൻസ് കാരണവും പിന്നെ സണ്ണിൻ്റെ അൾട്ടിമേറ്റ് എനർജിയും കൂടെ എടുത്തിട്ടാണ് ഈ എക്സോജനിക് പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എല്ലാ എർത്ത് മെറ്റീരിയൽസിലും സംഭവിക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാ എർത്ത് മെറ്റീരിയലും ആക്ട് ചെയ്യും. ഇനിയും എസ്പെഷ്യലി ഹാവിങ് എ സ്ലോപ്പിംഗ് സർഫസ്, ഒരു സ്ലോപ്പിംഗ് സർഫസ് ഉള്ളതാണ് ടെൻ ടു പ്രൊഡ്യൂസ് മൂവ്മെൻറ്റ് ഓഫ് മാറ്റർ ഇൻ ഡൗൺ സ്ലോപ്പ് ഡയറക്ഷൻ. സ്ലോപ്പിന് താഴേക്ക് ഈ മെറ്റീരിയൽസിനെ കൊണ്ട് ഇടാനുള്ള നാച്ചുറലായ ടെൻഡൻസി കാണപ്പെടും. നെക്സ്റ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് അപ്ലൈഡ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ സോളിഡ് ബൈ പുഷിങ് ഓർ പുള്ളിങ്. ഒരു സ്ട്രെസ് ഒരു സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെ പുഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുള്ള് ചെയ്യുമ്പോഴാണ്. ഓക്കെ, കാരണം നമ്മളതിലേക്ക് അതിൻ്റെ ഒരു പെർ യൂണിറ്റ് ഏരിയയിലേക്ക് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫോഴ്സ് അതിലേക്ക് അപ്ലൈ ചെയ്യുവാണ്. ദിസ് ഇൻഡ്യൂസസ് ഡിഫോർമേഷൻ. അതുകൊണ്ട് തന്നെ എന്താണ് ഡിഫോർമേഷൻ? അതിൻ്റെ സോളിഡ് ആകുമ്പോൾ അതിനെ ഡിഫോം ചെയ്യപ്പെട്ടേക്കാം. കാരണം അതിൻ്റെ മോളിക്യൂൾസ്, സോളിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മോളിക്യൂൾസ് എല്ലാം കോമ്പാക്റ്റ്ലി പാക്ഡ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ഇടിക്കുമ്പോഴത്തേക്കും അത് എന്താണ് ഒരു ഷേപ്പിനാണ് ചേഞ്ച് വരിക, ചളുങ്ങിപ്പോന്നൊക്കെ പറയും. ഓക്കെ, നെക്സ്റ്റ് ദ ഫോഴ്സസ് ആക്ടിങ് അലോങ് ദ ഫേസ് ഓഫ് ദ എർത്ത് മെറ്റീരിയൽസ് ആർ ഷിയർ സ്ട്രെസ്സസ്. ഇനിയും എർത്ത് മെറ്റീരിയൽസിൻ്റെ ഫേസസിൽ ആക്ട് ചെയ്യുന്നവയൊക്കെ ഷിയർ സ്ട്രെസ്സസ് ആണ്, സെപ്പറേറ്റിംഗ് ഫോഴ്സസ് ആണ്. ഇറ്റ് ഈസ് ദിസ് സ്ട്രെസ് ദാറ്റ് ബ്രേക്സ് റോക്സ്. എന്നിട്ട് ഷിയർ സ്ട്രെസ് എന്ത് ചെയ്യും? ഈ മെറ്റീരിയൽസിനെ ബ്രേക്ക് ചെയ്യും, സെപ്പറേറ്റിംഗ് ഫോഴ്സ് എന്ന് വിളിക്കാൻ തന്നെ കാരണം അതാണ്. അതിനെ സെപ്പറേറ്റ് ചെയ്യും. ഇതിലെന്തിൽ ആക്ട് ചെയ്യുന്നു ആ ബോഡീനെ സെപ്പറേറ്റ് ചെയ്യിപ്പിക്കും. ഷിയർ സ്ട്രെസ് കാരണം എന്ത് സംഭവിക്കും? റിസൾട്ട് ഇൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ സ്ലിപ്പേജ്. ബിസൈഡ്സ് ദ ഗ്രാവിറ്റേഷൻ സ്ട്രെസ്, എർത്ത് മെറ്റീരിയൽസ് ബിക്കം സബ്ജക്ട് ടു മോളിക്കുലർ സ്ട്രെസ്. അപ്പോൾ ഗ്രാവിറ്റേഷൻ സ്ട്രെസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഷിയർ സ്ട്രെസ് ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് സ്ലിപ്പേജ് നടക്കും. റോക്കിനെ ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ മറ്റ് എർത്ത് മെറ്റീരിയലിനെ ബ്രേക്ക് ചെയ്യും എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നടക്കുന്ന സ്ട്രെസ്സാണ് മോളിക്കുലർ സ്ട്രെസ്. ഇതെന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് കോസ് ചെയ്യുന്നത്? ബൈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എമംഗ്സ്റ്റ് വിച്ച് ടെമ്പറേച്ചർ ചേഞ്ചസ് കാരണം, പിന്നെ ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നതാണ്, പിന്നെ മെൽറ്റിംഗ്. ഈ 3 കാരണങ്ങളാണ് മെയിനായിട്ട് ബന്ധം. അപ്പോൾ എങ്ങനെയാണ് മോളിക്കുലർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്? ടെമ്പറേച്ചർ ചേഞ്ചസ് കാരണം, ക്രിസ്റ്റലൈസേഷൻ കാരണം, മെൽറ്റിംഗ് കാരണം. ഇനി കെമിക്കൽ പ്രോസസ് നോർമലി ലീഡ് ടു ലൂസനിങ് ഓഫ് ബോൺസ് ബിറ്റ്വീൻ ഗ്രെയിൻസ്. കെമിക്കൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കെമിക്കൽ ബോണ്ട് ഇൻക്ലൂഡ് ആണ്. 2 മോളിക്യൂൾസിനെ ഒട്ടുമിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോണ്ടിനെ ലൂസൻ ചെയ്യും, ഗ്രെയിൻസിനടുക്കുള്ള ബോണ്ടിനെ ലൂസൻ ചെയ്യും. അതുപോലെ തന്നെ കെമിക്കൽ പ്രോസസ്സ് ആണ്, അതുകൊണ്ട് തന്നെ സൊലബിളായിട്ട് മിനറൽസിനെ ഡിസോൾവ് ചെയ്തേക്കാം, ലയിപ്പിച്ച് കളഞ്ഞേക്കാം, അല്ലെങ്കിൽ മെറ്റീരിയൽസ് തമ്മിൽ സിമെൻറ്റ് ചെയ്തേക്കാം.
ഓക്കെ, ഒന്നുകിൽ ബോണ്ടിനെ ലൂസൻ ചെയ്യും, അല്ലെങ്കിൽ സൊല്യുബിൾ മിനറൽസിനെ ഡിസോൾവ് ചെയ്യാം, അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ സിമെൻറ്റ് ചെയ്യാം. ദസ് ബേസിക് റീസൺ ദാറ്റ് ലീഡ് ടു വെതറിങ്, മാസ് മൊമെൻറ്റ് ആൻഡ് ഇറോഷൻ ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രെസ്. എന്ത് തന്നെ ആയാലും ഈ വെതറിങ് ആയാലും മാസ് മൊമെൻറ്റ് ആയാലും ഇറോഷൻ ആയാലും അതിൻ്റെ എല്ലാം ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രെസ്സസ് ആണ്. ഈ എർത്ത് മെറ്റീരിയൽസിൻ്റെ ബോഡിയിൽ ഉണ്ടാകപ്പെടുന്ന സ്ട്രെസ്സസ് ആണ്. ഏത് തരത്തിലുള്ള സ്ട്രെസ്സാണ്? മോളിക്കുലർ സ്ട്രെസ്സസ് ആവാം, ഗ്രാവിറ്റേഷൻ സ്ട്രെസ്സസ് ആവാം. ഇനി ഏതെങ്കിലും ക്ലൈമാറ്റിക് എലമെൻറ്റ്സ് ഈ രണ്ട് പ്രോസസ്സിനെയും ഏതെങ്കിലും ക്ലൈമാറ്റിക് എലമെൻറ്റ്സ് ഈ ഇത്തരത്തിലുള്ള പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചെങ്കിലുണ്ട്. ടെമ്പറേച്ചറും പ്രസിപ്പിറ്റേഷനുമാണ് ഇത്തരത്തിൽ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് ക്ലൈമാറ്റിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതെങ്ങനെ ക്ലൈമാറ്റിക് എലമെൻറ്റ്സ് ആണെന്ന് വെച്ചിട്ടാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണെങ്കിൽ അവിടെ ലഭിക്കുന്ന മഴ, അവിടെ ലഭിക്കുന്ന വെയിൽ അല്ലെങ്കിൽ ആ ചൂട്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും അല്ലേ? മറ്റ് ഇപ്പം എന്താ പറയുക, കുറച്ച് നോർത്തിലേക്കുള്ള സ്ഥലം കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അവിടെ ലഭിക്കുന്ന മഴയും ടെമ്പറേച്ചറൊക്കെ വ്യത്യാസമായിരിക്കും. അതിനനുസരിച്ച് അവിടെ നടക്കുന്ന പ്രോസസ്സുകളും വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇവ രണ്ടും തന്നെ ക്ലൈമാറ്റിക് എലമെൻറ്റുകളാണ്. ഇനിയും എല്ലാ എക്സോജനിക് ജിയോമെട്രിക് പ്രോസസ്സിനെയും ഒരു ജനറൽ ടേം വെച്ചിട്ടാണ് പറയുന്നത്, ഡെന്യൂഡേഷൻ. എന്താ ഡെന്യൂഡേഷൻ? ഓൾ ദ എക്സോജനിക് geomorphic processes are covered under general term denudation. The word denude means strip off or to uncover. ഒന്നുകിൽ അൺകവർ ചെയ്യുക അല്ലെങ്കിൽ സ്ട്രിപ്പ് ഓഫ് ചെയ്യുക, അതാണ് ഡെന്യൂഡ് എന്ന് വെച്ച അർത്ഥം. ഇനി ഡെന്യൂഡേഷനകത്ത് വന്നിരിക്കുന്ന പ്രോസസ്സ് എന്തൊക്കെയാണ്? വെതറിങ്, മാസ് വേസ്റ്റിംഗ് ഓർ മാസ് മൂവ്മെൻറ്റ്, ഇറോഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇതെല്ലാം തന്നെ ഡെന്യൂഡേഷനകത്ത് വന്നിരിക്കുന്നത്. കാരണം എന്താണ്? ഇതെല്ലാം തന്നെ സ്ട്രിപ്പ് ഓഫ് അല്ലെങ്കിൽ അൺകവർ നടക്കുന്നുണ്ട്, മെറ്റീരിയൽസ് പുറമേ നിന്നും പോകുന്നുണ്ട്. ഇപ്പോൾ ഡെന്യൂഡേഷൻ പ്രോസസ്സും അതിന് ആക്ട് ചെയ്യുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വെതറിംഗ് ആണ് പ്രോസസ്സെങ്കിൽ, ഡെന്യൂഡേഷൻ പ്രോസസ്സ് വെതറിംഗ് നമുക്ക് എടുക്കാം. വെതറിംഗ് എടുക്കുമ്പോൾ അതിന് ഡ്രൈവിംഗ് ഫോഴ്സ് എന്തൊക്കെയാണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്, മോളിക്കുലർ സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്, കെമിക്കൽ ആക്ഷൻ ഉണ്ട്. സോ ഗ്രാവിറ്റേഷൻ, മോളിക്കുലർ സ്ട്രെസ്, കെമിക്കൽ ആക്ഷൻ, ഈ മൂന്ന് ഫോഴ്സും എന്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്? വെതറിങ്ങിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി മാസ് മൂവ്മെൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. പാറ ഇങ്ങനെ മുകളിൽ നിന്ന് വീഴുന്നതിനായിട്ട് ഒരു കെമിക്കൽ ചേഞ്ചസ് ഒന്നും നടക്കുന്നില്ല. ജസ്റ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ടാണ് അവിടെ പാറ മുകളിൽ നിന്ന് വീഴുന്നത്. നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പാടാണെങ്കിൽ നാറാടത്ത് ഭ്രാന്തൻ പാറ മുകളിൽ നിന്ന് ഉരുട്ടി താഴേക്ക് ഇടുന്ന ആ ഒരു കഥ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് മുകളിൽ നിന്ന് ഉരുട്ടി ഇടുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും കെമിക്കൽ ചേഞ്ചസ് നടക്കുന്നുണ്ടോ? ഇല്ല. അവിടെ എന്തെങ്കിലും മോളിക്കുലർ സ്ട്രെസ് നടക്കുന്നുണ്ട് പറയുന്നുണ്ട്? ഇല്ല. ജസ്റ്റ് ഉരുട്ടി ഇടുന്നു. അപ്പോൾ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് അത് താഴത്തേക്ക് വന്ന് വീഴുന്നു. അപ്പോൾ മാസ് മൂവ്മെൻറ്റിനകത്ത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഇറോഷൻ ഇറോഷനോ ട്രാൻസ്പോർട്ടേഷനകത്ത് കൈനറ്റിക് എനർജിയും കൊണ്ട്. കാരണം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇറോഷൻ ട്രാൻസ്പോർട്ടേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തു മൂവ് ചെയ്യണം. അത്തരത്തിലുള്ള മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ടേബിൾ നമുക്ക് എന്ത് മനസ്സിലായി? ഫോർ ഈച്ച് പ്രോസസ് ദെയർ എക്സിസ്റ്റ് എ ഡിസ്റ്റിങ്ക്ട് ഡ്രൈവിംഗ് ഫോഴ്സ് ഓർ എനർജി. ഓരോ പ്രോസസ്സിനും ഓരോ ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട് അഥവാ എനർജി ഉണ്ട്. ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻസ് ഉണ്ട്. ഓരോ സ്ഥലത്തിനും ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻസ് ആയിരിക്കും. ഓറിയൻറ്റ് വേരിയേഷൻസ്. എന്തുകൊണ്ടാണ് ക്ലൈമാറ്റിക് റീജിയൻ ഡിഫറെൻ്റ് ആവുന്നത്? തെർമൽ ഗ്രേഡിയൻസ് വേറെയാണ്. ലാറ്റിറ്റ്യൂഡിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, സീസൺസിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, ലാൻഡ് ആൻഡ് വാട്ടറിന് എത്രത്തോളം ലാൻഡ് ആൻഡ് വാട്ടർ സ്പ്രെഡ് ഉണ്ടെന്നുള്ളതിനൊക്കെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. പോലെ എർത്തിൻ്റെ സർഫസിൽ ഇതിനെയൊക്കെ എങ്ങനെ സ്പ്രെഡ് ആയിരിക്കുന്നു എന്ന് വെച്ചിട്ട് ക്ലൈമാറ്റിക് റീജിയൻസും പലർക്കും പല സ്ഥലത്തും പല പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ സംഭവിക്കുന്ന എക്സോജനിക് ജിയോമോർഫിക് പ്രോസസ്സും വേരി ചെയ്തുകൊണ്ടിരിക്കും. എക്സോജനിക് ജിയോമോർഫിക് പ്രോസസ്സും ഓരോ റീജിയൻ മാറുന്നതിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയും ഓരോ സ്ഥലത്തിൻ്റെയും വെജിറ്റേഷൻ, അവിടെ കാണപ്പെടുന്ന വെജിറ്റേഷൻ, ഓരോ റീജിയനിലും കാണപ്പെടുന്ന വെജിറ്റേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അവിടെ ലഭിക്കുന്ന പ്രസിപ്പിറ്റേഷനോ ടെമ്പറേച്ചറിനെ വെച്ചിട്ട്. നമ്മൾ പറഞ്ഞായിരുന്നു രണ്ട് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ഇതിനൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രസിപ്പിറ്റേഷൻ, ടെമ്പറേച്ചർ ആയിരുന്നു. ഈ പ്രസിപ്പിറ്റേഷനും ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മെയിൻ സംഭവമാണ് ഒരു ഏരിയയിൽ കാണപ്പെടുന്ന വെജിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ വെജിറ്റേഷൻ്റെ ഡെൻസിറ്റി എങ്ങനെ, അതിൻ്റെ ടൈപ്പ് എങ്ങനെ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ എന്നതിനെ വെച്ചിട്ട് ജിയോമോർഫിക് പ്രോസസ്സ് മാറി വരാം. എന്ന് വെച്ചാൽ വെജിറ്റേഷൻ ഇൻഡയറക്റ്റ് ആയിട്ട് എക്സോജനിക് ജിയോമോർഫിക് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? എക്സോജനിക് ജിയോമോർഫിക് പ്രോസസ്സിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആണ് ശരിക്കും ടെമ്പറേച്ചറും പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിനെ രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതിൻ്റെ മെയിൻ സംഭവമാണ് വെജിറ്റേഷൻ എന്ന് പറയുന്നത്. വെജിറ്റേഷൻ അല്ലേ? ടെമ്പറേച്ചറിനെയും പ്രസിപ്പിറ്റേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മെയിൻ സംഭവമാണ് വെജിറ്റേഷൻ. അപ്പോൾ അത് റീജിയൻ അനുസരിച്ച് മാറുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ട് എക്സോജനിക് പ്രോസസ്സ് മാറാം. വിച്ച് മീൻസ് വെജിറ്റേഷന് ഒരു ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട് എക്സോജനിക് ജിയോമോർഫിക് പ്രോസസ്സിൽ. ഇനിയും ഡിഫറെൻറ്റ് ക്ലൈമറ്റ് റീജിയൻസിൽ തന്നെ ലോക്കൽ വേരിയേഷൻസ് കാണപ്പെടാം. എന്തുകൊണ്ട്? ഓൾട്ടിറ്റ്യൂഡിനൽ ഡിഫറൻസ് കൊണ്ട്, പിന്നെ അവിടെ കിട്ടുന്ന ഓസ്പെക്ട് വേരിയേഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ലഭിക്കുന്ന ഇൻസുലേഷൻ്റെ എമൗണ്ടിൻ്റെ വ്യത്യാസം, സൺലൈറ്റിൻ്റെ എമൗണ്ട് എത്രമാത്രം വേരി ചെയ്യുന്നു വെച്ചിട്ട് അതുകൊണ്ട് തന്നെ അവിടെ
ഓരോ റീജിയൻസിലും ലോക്കലി തന്നെ വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും. ആ ഒരു റീജിയണിൽ തന്നെ ലോക്കൽ വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും. ഇനി നോർത്ത് സൗത്ത് ഫേസിങ് സ്ലോപ്പുള്ള ഒരു ഏരിയയ്ക്കാണോ ഈസ്റ്റ് വെസ്റ്റ് ഫേസിങ് സ്ലോപ്പുള്ള ഏരിയയ്ക്കാണോ ഒരുപാട് ഇൻസുലേഷൻ സൺലൈറ്റ് കിട്ടുക എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇനി ഒരു ക്ലൈമാറ്റിക് റീജിയനുള്ളിൽ തന്നെ ലോക്കൽ വേരിയേഷൻ വരുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതെന്ന് പറയുന്നത് നോർത്ത് സൗത്ത് ഫേസിങ് മൗണ്ടൻ സ്ലോപ്പിനനുസരിച്ച് മാറാം, ഓൾട്ടിറ്റ്യൂഡിൻ്റെ വേരിയേഷൻസ് അനുസരിച്ച് മാറാം, ക്ലൈമാറ്റിക് എലമെൻസിനനുസരിച്ച് മാറാമെന്ന് പറയും. ഇനി നമ്മൾ പറയുന്നത് ഏതൊരു ക്ലൈമാറ്റിക് റീജിയൻ എടുത്താലും അവിടെ വരുന്നതിനുള്ള ചേഞ്ചാണ് പറയുന്നത്. എന്തൊക്കെ കൊണ്ടാവും? വിൻഡ് വെലോസിറ്റി ഡിഫറൻ്റ് ആയിരിക്കാം, പിന്നെ വിൻഡ് ഡയറക്ഷൻ ഡിഫറൻറ്റ് സ്ഥലത്തേക്കായിരിക്കാം, പിന്നെ എന്താണ് എമൗണ്ട് ആൻഡ് കൈൻഡ് ഓഫ് പ്രസിപ്പിറ്റേഷൻ, അവിടെ ലഭിക്കുന്ന ടൈപ്പ് ഓഫ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്നോഫോളും വരാം, അതിനകത്ത് റെയിൻഫോളും വരാം അല്ലേ. അപ്പം എമൗണ്ടും എത്രമാത്രം പെയ്യുന്നുണ്ടെന്നുള്ളതും എന്താണ് അവിടെ പെയ്യുന്നുണ്ടെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് ഇൻറ്റൻസിറ്റി, എത്ര ഇൻറ്റൻസിറ്റിയിലാണ് വീഴുന്നത്. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ പ്രസിപ്പിറ്റേഷൻ ആൻഡ് ഇവാപ്പറേഷൻ, അവിടെ പ്രസിപ്പിറ്റേഷൻ ആണോ കൂടുതൽ ഇവാപ്പറേഷൻ ആണോ കൂടുതൽ എന്നുവെച്ചാൽ ഈ ഡെസേർട്ട് ഏരിയയിലൊക്കെയാണെന്ന് പറയുമ്പോൾ ഒരു ക്ലൈമറ്റ് റീജിയനാണ്. അപ്പം ഡെസേർട്ട് ഏരിയയിൽ കൂടുതൽ ഇവാപ്പറേഷൻ, കാരണം അവിടെ കൂടുതലും സൺലൈറ്റ് ആയിരിക്കും ലഭിക്കുന്നത് അല്ലേ. ഇനി ഡെയിലി റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എങ്ങനെയാണ് അവിടെ കിട്ടുന്നത്, പിന്നെ ഫ്രീസിങ് എങ്ങനെയാണ്, തേർവിങ് ഫ്രീക്വൻസി എങ്ങനെയാണ്, ഫ്രീസിങ് ആൻഡ് തേർവിങ് ഫ്രീക്വൻസി എങ്ങനെയാണ്, ഫ്രോസ്റ്റ് പെനിട്രേഷൻ എത്രത്തോളം ഉണ്ട്, ഇതിനെയൊക്കെ വെച്ചിട്ട് ജിയോമെട്രിക് പ്രോസസ്സ് ഓരോ ക്ലൈമറ്റ് റീജിയനിൽ മാറി വരും. വാട്ട് ഇസ് സോൾ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ഓൾ ദ എക്സോജനിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സോൾ ഫോഴ്സ് ചോദിക്കാണ്ട് നമുക്ക് ഗ്രാവിറ്റേഷൻ കൊടുക്കാം. ഇനി ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ഈക്വലാണ്. ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിന് ഒരു ചേഞ്ചസ് ഇല്ലയെന്ന് വെച്ചോ. ദ ഇൻറ്റൻസിറ്റി ഓഫ് ആക്ഷൻ ഓഫ് എക്സോജനിക് ജിയോമെട്രിക് പ്രോസസ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ അങ്ങനെ വരുമ്പോൾ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് എല്ലാം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ടൈപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ റോക്സ്, അവിടെ ഉള്ള റോക്കിൻ്റെ ടൈപ്പ് ആൻഡ് സ്ട്രക്ചർ എങ്ങനെയെന്ന് വെച്ചിരിക്കും. ഇതുവരെ നമ്മൾ പറഞ്ഞത് റോക്കിൻ്റെ മേലെ ആക്ട് ചെയ്യാൻ പോകും ഫോഴ്സസിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്. ഏത് തരത്തിൽ എത്ര ഇൻറ്റൻസിറ്റിയിൽ അത് ആക്ട് ചെയ്യാം, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളത്. ഇത് നമ്മൾ പറയുന്നത് ആ ഫാക്ടേഴ്സൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വെക്കുവാണ്, ഈക്വൽ ആണെന്ന് വിചാരിച്ചു. അങ്ങനെ വരുമ്പോൾ അവിടെ പിന്നെ എന്ത് ഫാക്ടർ മാത്രമേ ഉള്ളൂ? അവിടെ റോക്കിൻ്റെ പ്രത്യേകതകൾ മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ. ടൈപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് റോക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ അവിടെ നടക്കാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രക്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നതാണ് പലതും വരാം. ഫോൾട്ട് ആവാം, ഇനിയും ഓറിയൻറ്റേഷൻ, ഇൻക്ലിനേഷൻ ഓഫ് ദ ബേർഡ്സ്, അതിൻ്റെ റോക്ക് ബെഡ് എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഇൻക്ലിനേഷൻ എങ്ങോട്ടേക്കാണ്, ഏത് ഡയറക്ഷനിലേക്കാണ്, ഇനി പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ജോയിൻറ്റ്സ്, പിന്നെ ബെഡിങ് പ്ലെയിൻസ്, ഹാർഡ്നെസ് ഓർ സോഫ്റ്റ്നെസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മിനറൽസ്, പിന്നെ കെമിക്കൽ സസെപ്റ്റബിലിറ്റി ഓഫ് മിനറൽ കോൺസ്റ്റിറ്റ്യൂവൻസ്, പിന്നെ പെർമിയബിലിറ്റി ഓർ ഇംപെർമിയബിലിറ്റി. ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് റോക്ക് ബെഡ് എങ്ങനെയാണുള്ളത്, റോക്ക് ബെഡിങ് പ്ലെയിൻ എങ്ങനെയാണുള്ളത്, അതിൻ്റെ കോൺസ്റ്റൻറ്റ് മിനറൽസിനെ റിലേറ്റ് ചെയ്ത് അത് സോഫ്റ്റ് ആണോ ഹാർഡാണോ, അതിൻ്റെ കെമിക്കൽ സസെപ്റ്റബിലിറ്റി എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ അത് പെർമിയബിൾ ആണോ ഇംപെർമിയബിൾ ആണോ എന്ന് വെച്ചാൽ വെള്ളത്തിനെ മറ്റ് ഫ്ലൂയിഡ്സിനെ കടത്തി വിടുന്ന ടൈപ്പാണോ, അത് ഇംപെർമിയബിൾ ആണോ കടത്തി വിടാത്ത ടൈപ്പാണോ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സൊക്കെ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന എക്സോജനിക് ജിയോമെട്രിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദ സ്ട്രക്ചർ ഇൻക്ലൂഡ്സ് സച്ച് ആസ്പെക്ട് ഓഫ് പ്രോസസ് ഫോൾഡ്സ്, ഓറിയൻറ്റേഷൻ ആൻഡ് ഇൻക്ലിനേഷൻ ഓഫ് ബേർഡ്സ്, presence or absence of joints, bedding planes, hardness or softness of constituent minerals, chemical susceptibility of mineral constituents, the permeability or impermeability, etc. ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പല റോക്കും പല രീതിയിലായിരിക്കും ഈ ജിയോമെട്രിക് പ്രോസസ്സിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ആദ്യം എന്തായാലും റെസിസ്റ്റ് ചെയ്യും, അല്ലാതെ ഒരു കാറ്റ് വരുമ്പോഴേ എല്ലാ കല്ലും ഉരുണ്ട് കടിച്ച് വീഴുമൊന്നുമില്ല. ആദ്യം പല രീതിയിൽ റെസിസ്റ്റ് ചെയ്യും. പക്ഷേ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് റോക്സ്. ഒരു പെർട്ടിക്കുലർ റോക്ക് ചിലപ്പം ഒരു പ്രോസസ്സിനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കാം, മറ്റൊരു പ്രോസസ്സിനോട് നോൺ റെസിസ്റ്റൻ്റ് ആയിരിക്കാം. അതുപോലെ തന്നെ പല ക്ലൈമാറ്റിക് കണ്ടീഷനിലും പല രീതിയിലായിരിക്കും റെസിസ്റ്റൻസ് കാണിക്കുന്നത്. പറയുകയാണെങ്കിൽ ഇപ്പം ചൂടുള്ള സമയത്ത്, ഭയങ്കര വെയിലുള്ള സമയത്താണ്, ഡ്രൈ ക്ലൈമറ്റിലാണെങ്കിൽ പെട്ടെന്ന് വെതറിങ് നടക്കുമെങ്കിൽ, മഴയുള്ള സമയത്ത് ചിലപ്പോൾ വെതറിങ് കുറച്ചായിരിക്കും ആ ഒരു ഏരിയയിൽ നടക്കുന്നത്, നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് റോക്ക്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. മഴയുള്ളപ്പോൾ നല്ല രീതിയിൽ വെതറിങ് ഉണ്ട്, ഞാനൊരു കമ്പാരിസൺ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, അവ ഡിഫറെൻറ്റ് ഡിഗ്രീസിലാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹെൻസ് യു ഓപ്പറേറ്റ് അറ്റ് ഡിഫറൻഷ്യൽ റേറ്റ്സ് ആൻഡ് ഗീവ് റൈസ് ടു ഡിഫറൻസസ് ഇൻ ടോപ്പോഗ്രഫിയിൽ ഒരുപാട് ഡിഫറൻസ് അതുകൊണ്ട് തന്നെ ഉണ്ടാകും. ഇവയെല്ലാം തന്നെ എക്സോജനിക് ജിയോമെട്രിക് പ്രോസസ്സ് എല്ലാം തന്നെ ഷോർട്ട് റണ്ണിൽ വലുതായിട്ട് നമുക്ക് ഒരു ചേഞ്ച് ഉള്ളതായിട്ട് തോന്നില്ല. പക്ഷേ ലോങ് റണ്ണിൽ എന്താണ്, കണ്ടിന്യൂഡ് ഫറ്റീഗ് റോക്കിനെ സിവിയർലി അഫക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ദി ഇഫക്റ്റ് ഓഫ് മോസ്റ്റ് ഓഫ് ദ എക്സോജനിക് ജിയോമെട്രിക് പ്രോസസ് സ്മോൾ ആൻഡ് സ്ലോയാണ്.
ആർ മേ ബി ഇംപെർസെപ്റ്റിബിൾ ഇൻ എ ഷോർട്ട് ടൈം സ്പാൻ. ചെറിയ ടൈം സ്പാനിലേക്ക് നമുക്ക് വലിയ ചേഞ്ചസ് തോന്നത്തില്ല. ബട്ട് വിൽ ഇൻ ദ ലോങ് റൺ അഫക്റ്റ് ദ റോക്ക് സിവിയർലി ഡ്യൂ ടു കണ്ടിന്യൂഡ് ഫറ്റീഗ്. കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് അതിൽ ആക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ എന്താണ്, റോക്സിൻ്റെ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി പോകും, അതിൻ്റെ സ്ട്രക്ചർ പിന്നെ എന്തായും ഡിഫോംഡ് ആവും. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാവുന്നത്, എർത്തിൻ്റെ സർഫസിൽ കാണപ്പെടുന്ന വ്യത്യാസങ്ങളെല്ലാം തന്നെ ആദ്യം എന്താണ് ക്രിസ്റ്റൽ എവല്യൂഷൻ കൊണ്ടാണെന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ. പക്ഷേ അതുകൂടാതെ എന്തൊക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, എർത്തിൻ്റെ മെറ്റീരിയലിൻ്റെ സ്ട്രക്ചർ എങ്ങനെ, ടൈപ്പ് എങ്ങനെ, പിന്നെ ജിയോമെട്രിക് പ്രോസസ്സിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പാണ്, പിന്നെ അവയുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന റേറ്റ്സ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എർത്തിൻ്റെ സർഫസിൽ ഉണ്ടാകുന്ന എന്താ പറയുക ഡിഫറൻസസ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നമുക്കിനി കുറച്ച് എക്സോജനിക് ജിയോമെട്രിക് പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വെതറിംഗ് ആണ്. വെതറിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ആക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് വെതർ ആൻഡ് ക്ലൈമറ്റ്. വെതറിൻ്റെയും ക്ലൈമറ്റിൻ്റെയും എലമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. എന്തിൽ ആക്ട് ചെയ്യുന്നു, ഓവർ എർത്ത് മെറ്റീരിയൽസ്. വെതറിംഗ് ഈസ് ആക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് വെതർ ആൻഡ് ക്ലൈമറ്റ് ഓവർ എർത്ത് മെറ്റീരിയൽസ്. There are a number of processes within the weathering which act either individually, ഒന്നെങ്കിൽ അത് ഇൻഡിവിജ്വലായിട്ട് ആക്ട് ചെയ്യാം, or together, എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ആക്ട് ചെയ്യാം, to affect the earth materials in order to reduce them to fragmented state. എന്താണ്, പൊടിച്ച് ഫ്രാഗ്മെൻറ്റുകളാക്കി മാറ്റും. വെതറിങ്ങിൻ്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. വെതറിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എ മെക്കാനിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ആൻഡ് ദ കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ത്രൂ ദ ആക്ഷൻസ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ് ഓഫ് വെതർ ആൻഡ് ക്ലൈമറ്റ്. രണ്ട് എലമെൻ്റ് ഉണ്ട്, വെതറിൻ്റെയും ക്ലൈമറ്റിൻ്റെയും എലമെൻറ്റ്സ് ഇവിടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അത് കാരണം എന്തിലാണ്, റോക്സിലാണ് പ്രശ്നം സംഭവിക്കുന്നത്. റോക്സിൽ എന്തൊക്കെ നടക്കുന്നത്, രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. മെക്കാനിക്കലി ഡിസിൻറ്റഗ്രേറ്റഡ് ആവുന്നു, ഓക്കെ, കെമിക്കലി അതിൻ്റെ കോമ്പോസിഷൻ മാറുന്നു. അപ്പം മെക്കാനിക്കൽ ഡിസിൻറ്റഗ്രേഷനും കെമിക്കൽ ഡീകമ്പോസിഷനും എന്തിൻ്റെ, റോക്കിൻ്റെ മാറുന്നു. എന്തിൻ്റെ ആക്ഷൻ മൂലം, ടു വേരിയസ് എലമെൻറ്റ്സ് ഓഫ് വെതർ ആൻഡ് ക്ലൈമറ്റ്. വെതറിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എ മെക്കാനിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ആൻഡ് കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ത്രൂ ദ ആക്ഷൻസ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ് ഓഫ് വെതർ ആൻഡ് ക്ലൈമറ്റ്. വെതറിംഗ് നടക്കുമ്പോൾ ആ നടക്കുന്ന സ്ഥലത്തെന്ന് പറയുന്നത് വെരി ലിറ്റിൽ അല്ലെങ്കിൽ ലോ മോഷൻ നടക്കുന്നില്ല എന്ന് വെച്ചാൽ ആ പ്രോസസ്സ് എങ്ങോട്ടെങ്കിലും ഓടി നടന്നിട്ടൊന്നും അല്ല അവിടെ വെതറിംഗ് നടക്കുന്നത് അല്ലേ. അതിലേക്ക് പാറയുടെ പുറത്തേക്ക് വന്ന് വെതറിംഗ് ഏജൻറ്റ്സ് ആക്ട് ചെയ്തിട്ടാണ് വെതറിംഗ് നടക്കുന്നത്, അവിടെ ഫ്രാഗ്മെൻറ്റുകൾ രൂപപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാറ അവിടെ മൂവ് ചെയ്യുന്നില്ല, ആസ് എ ഹോൾ പാറ മൂവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു മല മൂവ് ചെയ്യുന്നില്ല, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്ന് പറയുന്നത് ആ ഒരു ഓൺ സൈറ്റ്, ആ ഒരു സൈറ്റിൽ തന്നെ നടക്കുന്ന പ്രോസസ്സാണ്. അതിന് നമുക്ക് ഇൻസിറ്റു എന്ന് പറയാം. ഇൻസിറ്റു അഥവാ ഓൺ സൈറ്റ് പ്രോസസ്സാണ്. വെതറിംഗ് പ്രോസസ്സിനെ കണ്ടീഷൻ ചെയ്യുന്ന ആരൊക്കെ നോക്കാം, ബൈ മെനി കോംപ്ലക്സ് ജിയോളജിക്കൽ, ക്ലൈമാറ്റിക്, ടോപ്പോഗ്രാഫിക് ആൻഡ് വെജിറ്റേറ്റീവ് ഫാക്ടേഴ്സ്. ഇപ്പോൾ എന്തൊക്കെയാണ് ജിയോളജിക്കൽ, ക്ലൈമാറ്റിക്, ടോപ്പോഗ്രാഫിക് ആൻഡ് വെജിറ്റേറ്റീവ് ഫാക്ടേഴ്സ്, ഇത് വെതറിംഗ് പ്രോസസ്സിനെ കണ്ടീഷൻ ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റ് ഈസ് ഓഫ് പെർട്ടിക്കുലർ ഇമ്പോർട്ടൻസ്. ക്ലൈമറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള സംഭവം. ക്ലൈമറ്റ് ഈസ് ഓഫ് പെർട്ടിക്കുലർ ഇമ്പോർട്ടൻസ്. നോട്ട് ഓൺലി വെതറിംഗ് പ്രോസസ് ഡിഫർ ഫ്രം ക്ലൈമറ്റ് ടു ക്ലൈമറ്റ്. ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് വെതറിംഗ് പ്രോസസ്സ് മാറുന്നുവെന്ന് മാത്രമല്ല, ബട്ട് ഓൾസോ ദ ഡെപ്ത് ഓഫ് ദ വെതറിംഗ് മാൻറ്റിൻ്റെ ഡെപ്തിലും ചേഞ്ച് സംഭവിക്കും. എത്രമാത്രം മെറ്റീരിയൽസ് വെതേർഡ് ആവുന്നു എന്നുള്ളതിനും ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്ലൈമറ്റ് ഈ വെതറിംഗ് മാൻറ്റിലിനെ അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ക്ലൈമാറ്റിക് റീജിയൻസ് നോക്കാം. തുന്ദ്രയുണ്ട്, ടൈഗ, സ്റ്റെപ്പി, സെമി ഡെസേർട്ട് ആൻഡ് ഡെസേർട്ട് വരുന്ന റീജിയൻ, പിന്നെ സാവന, പിന്നെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് സോൺ, ഓക്കെ. അപ്പം ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനും സെമി ഡെസേർട്ടിനും ഇടയ്ക്ക് വരുന്ന ട്രാൻസിഷൻ സോണാണ് സാവന്നാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെമി ഡെസേർട്ടിനും ടൈഗയ്ക്കും ഇടയ്ക്ക് വരുന്ന ഒരു ട്രാൻസിഷൻ സോണാണ് സ്റ്റെപ്പീസ് എന്ന് പറയുന്നത്. തുന്ദ്ര എന്ന് പറയുന്ന ഒരു പെർമഫ്രോസ്റ്റ് കണ്ടീഷനുള്ള സോണായിരിക്കും. ഈ തുന്ദ്ര എന്ന് പറയുന്നത് ഭയങ്കരമായി ഫ്രോസ്റ്റ് സോണായിരിക്കും. ആർട്ടിക് സർക്കിളിൻ്റെയും അന്റാർട്ടിക് സർക്കിളിൻ്റെ പോളാർ ക്ലൈമറ്റാണ് ശരിക്കും തുന്ദ്രയിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് ടൈഗ എന്ന് പറയുന്നത് ബോറിയൽ ക്ലൈമറ്റ് എന്നൊക്കെ പറയുന്നതിന് ബോറിയൽ ഫോറസ്റ്റ് ഒക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. കോണിഫറസ് ടൈപ്പ് ഓഫ് ട്രീസ് ആയിരിക്കും ഇവിടെ കാണപ്പെടുന്നത് കൂടുതൽ. ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് കൂടുതൽ ഈ ക്ലൈമറ്റ് കണ്ടുവരുന്നത്. സ്റ്റെപ്പി ക്ലൈമറ്റ് എന്ന് പറയുന്നത് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡുകളാണിവ. ഇപ്പം സ്റ്റെപ്പിയും സാവനയും എടുക്കുകയാണെങ്കിലും രണ്ടും ഗ്രാസ് ലാൻഡ്സ് തന്നെയാണ്. പക്ഷേ സ്റ്റെപ്പി എന്ന് പറയുന്നത് ടെമ്പറേറ്റ് റീജിയൻസിൽ കാണപ്പെടുന്നു. സാവന എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ റീജിയൻസിൽ കാണപ്പെടുന്നു. എന്ന് വെച്ചാൽ ട്രോപ്പിക്കൽ ഫോറസ്റ്റിൻ്റെ അവിടുന്ന് മുകളിലേക്കുള്ള ഏരിയയിലേക്കാണ് സാവന കാണപ്പെടുന്നത്. ഇത് ടെമ്പറേറ്റ് റീജിയൻസിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇത് സാവന കുറച്ചും കൂടെ ഹൈറ്റ് കൂടിയ പ്ലാന്റ്സ് ആയിരിക്കും ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനോട് ചേർന്ന് വരുന്ന സാവന ഏരിയസിൽ കാണപ്പെടുന്നത്. ടെമ്പറേറ്റിൽ കാണപ്പെടുന്ന പറയുന്നത് സാവനയിൽ നിന്ന് അപേക്ഷിച്ചിട്ട് സ്മോളർ ഗ്രാസസ് ആയിരിക്കും. നെക്സ്റ്റ് ഡെസേർട്ടാണ്. ഡെസേർട്ട് എടുക്കുമ്പോൾ ഡെസേർട്ടിൻ്റെ കേസിൽ ഇവാപ്പറേഷൻ ആയിരിക്കും കൂടുതൽ, പ്രസിപ്പിറ്റേഷനേക്കാൾ കൂടുതൽ ഇവാപ്പറേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. കാരണം അവിടെ ഡയറക്റ്റ് സൺലൈറ്റ് നല്ല രീതിയിലുണ്ട്, ടെമ്പറേച്ചർ ആയിരിക്കും അവിടെ കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ നോക്കുമ്പം ഇത് ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫാണ്, ഇത് പ്രസിപ്പിറ്റേഷൻ്റെ ആണ്. അപ്പം ഈ നോക്കുമ്പോൾ അറിയാം ടെമ്പറേച്ചറാണ് കൂടുതൽ അവിടെ, പ്രസിപ്പിറ്റേഷൻ കുറവായിരിക്കും, ടെമ്പറേച്ചർ ആയിരിക്കും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവാപ്പറേഷൻ ഈ ഏരിയയിൽ ഒരുപാടുണ്ടാവും.
നെക്സ്റ്റ് സാവറിന് നമ്മൾ പറഞ്ഞു. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും പ്രസിപ്പിറ്റേഷൻ നല്ല രീതിയിൽ പ്രസിപ്പിറ്റേഷൻ ഉണ്ട്. കണ്ടത് പ്രസിപ്പിറ്റേഷൻ്റെ ഗ്രാഫാണ്. പ്രസിപ്പിറ്റേഷൻ ഇങ്ങനെ ഇവിടെ തീരെയില്ല, തുന്ദ്ര റീജിയൻ തീരെയില്ല, തൈഗയിലെത്തുമ്പോൾ കുറച്ചുണ്ട്, സ്റ്റെപ്പിയിൽ കുറച്ച് കുറഞ്ഞു. സെമി ഡെസേർട്ട് ഏരിയ എടുക്കുമ്പോൾ ടെമ്പറേച്ചറിനേക്കാൾ കുറവാണ് പ്രസിപ്പിറ്റേഷൻ. പ്രസിപ്പിറ്റേഷൻ നല്ല രീതിയിൽ കുറവാണ്, കാരണം ഒരു ഇവാപ്പറേഷൻ കൂടുതൽ. പിന്നെ സാവറിനിൽ കുറച്ചും കൂടെ കൂടി വന്നു. പിന്നെ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് എന്താണ്, നല്ല രീതിയിൽ പ്രസിപ്പിറ്റേഷൻ ഉണ്ട്, ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്, ടെമ്പറേച്ചർ ഗ്രാഫ് നമുക്ക് കിട്ടി. അപ്പോൾ തുന്ദ്ര റീജിയൻ നോക്കുമ്പോൾ ഫ്രഷ് റോക്കിൻ്റെ ഏരിയ മാത്രമാണ് ഇവിടെ കൂടുതൽ ഡൊമിനേറ്റ് ചെയ്യാൻ നിൽക്കുന്നത് അല്ലേ. അപ്പം വെതറിംഗ് മാൻഡിലാണ് നോക്കുന്നത്. പിന്നെ തൈഗ പോർട്സോൾ സോൺ, തൈഗ സോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയുണ്ട്, ഫ്രഷ് റോക്കിൻ്റെ സോണുണ്ട്, പിന്നെ സോൺ ഓഫ് ലിറ്റിൽ കെമിക്കൽ ഓൾട്രേഷൻ ചെറുതായിട്ട് വരുന്ന സോണുണ്ട്, പിന്നെ എന്താണ് സോൺ ഓഫ് മോഡറേറ്റ് ഗുഡ് കെമിക്കൽ ഓൾട്രേഷൻ ഉണ്ട്. പിന്നെ ഫോർത്ത് ഉണ്ട് ക്ലേ മിനറൽ സോണും എവിടെ കാണപ്പെടുന്നുണ്ട്, ടൈഗ പോർട്സ് ഈ ഒരു ഏരിയയിൽ വെതറിംഗ് മാൻഡിൽ കാണപ്പെടുന്നുണ്ട്. സ്റ്റെപ്പിൽ ചെറിയ രീതിയിലുണ്ടെന്നേ ഉള്ളൂ. ഇനി സെമി ഡെസേർട്ട് ഏരിയ എടുക്കുമ്പോഴത്തേക്ക് അവിടെ എടുക്കണം 1 and 2 കുറച്ച് ഭാഗമുണ്ട് അല്ലേ. 1 ഫ്രഷ് റോക്കിൻ്റെ ഏരിയ ആയിരിക്കും കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ 2 ഏതാണ്, സോൺ ഓഫ് ലിറ്റിൽ കെമിക്കൽ ഓൾട്രേഷൻ. പക്ഷേ ട്രോപ്പിക്കൽ സാവന് മുതൽ അങ്ങോട്ട് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് വരുമ്പോഴത്തേക്കും ഭയങ്കരമായ മാൻഡിൽ കണ്ടില്ലേ. ഇവിടെ ഫ്രഷ് റോക്കിന് മേലെ എന്തൊക്കെയാണ് സോണുള്ളത്, സോൺ ഓഫ് ലിറ്റിൽ കെമിക്കൽ ഓൾട്രേഷൻ, എൻ്റെ മുകളിൽ സോൺ ഓഫ് മോഡറേറ്റ് ഗുഡ് കെമിക്കൽ ഓൾട്രേഷൻ, പിന്നെ ക്ലേ മിനറൽ സോൺ, പിന്നെ എന്താണുള്ളത് സോൺ ഓഫ് ഡൊമിനൻസ് ഓഫ് ഓക്സൈഡ്സ് ഓഫ് അലൂമിനിയം, പിന്നെ 6 സോയിൽ വിത്ത് ഓക്സൈഡ്സ് ഓഫ് അയൺ ആൻഡ് അലൂമിനിയം, അതും ഇവിടെ കാണപ്പെടുന്നുണ്ട്. എവിടെ, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് സോണിൽ. പിന്നെ നമുക്ക് എന്ത് മനസ്സിലായി, ക്ലൈമാറ്റിക് റെജീംസ് മാറുന്നതിനനുസരിച്ച് വെതറിംഗ് മാൻഡിലിൻ്റെ ഡെപ്തിനും വ്യത്യാസം വരുന്നുണ്ട്. അത് വെച്ച് നമ്മൾ അന്റാർട്ടിക്കിൽ ഒരു സോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലോ റിലീഫാണ്, കോൾഡ് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കും അവിടെ കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞ തുന്ദ്ര ക്ലൈമറ്റ് ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി വെതറിങ് കുറവാണ്. അതുപോലെ ഡിഫറെൻറ്റ് റീജിയൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും 3 മേജർ ടൈപ്പ് ഓഫ് വെതറിംഗ് പ്രോസസ്സ് ഉണ്ട്. ഒന്നാമത് കെമിക്കൽ, പിന്നെ ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ, പിന്നെ ബയോളജിക്കൽ വെതറിംഗ് പ്രോസസ്സ്. കെമിക്കൽ ഉണ്ട്, ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ ഉണ്ട്, പിന്നെ ബയോളജിക്കൽ ഉണ്ട്. കെമിക്കൽ വെതറിംഗ് പ്രോസസ്സ് ശരിക്കും എന്തായിരിക്കും, കെമിക്കൽ റിയാക്ഷനുകളായിരിക്കും നടക്കുന്നത്. കെമിക്കൽ വെതറിംഗ് പ്രോസസ്സിൽ പല രീതിയിലുള്ള സംഭവങ്ങൾ ആക്ട് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻ നടന്നേക്കാം, അതിൻ്റെ ഫലമായിട്ട് വെതറിംഗ് നടന്നേക്കാം എന്നല്ലേ. എ ഗ്രൂപ്പ് ഓഫ് വെതറിംഗ് പ്രോസസ്സ് ലൈക്ക് സൊല്യൂഷൻ, കാർബണേഷൻ, ഹൈഡ്രേഷൻ, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ആക്ട് ഓൺ ദ റോക്സ് എന്തിനു വേണ്ടിയിട്ട്, ടു ഡീകമ്പോസ്, ഡിസോൾവ് ഓർ റെഡ്യൂസ്. അവയെ എന്ത് ചെയ്യുന്നു, അവയെ ഡീകമ്പോസ് ചെയ്യുന്നു, അവയെ ഡിസോൾവ് ചെയ്യുന്നു, അതിനെ റെഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെ, ടു എ ഫൈൻ ക്ലാസ്റ്റിക് സ്റ്റേറ്റ്. ഇതിലൂടെ ത്രൂ കെമിക്കൽ റിയാക്ഷൻസ് ബൈ എന്തിൻ്റെയൊക്കെ കെമിക്കൽ റിയാക്ഷൻസ്, ഓക്സിജൻ, സർഫസ് ആൻഡ് സോയിൽ വാട്ടർ, സർഫസ് വാട്ടർ അല്ലെങ്കിൽ സോയിൽ വാട്ടറോ, ഇനിയും പിന്നെ മറ്റ് ആസിഡ്സ്, ഇവയുടെയൊക്കെ ഓക്സിജൻ, സർഫസ് ഓർ സോയിൽ വാട്ടർ, പിന്നെ അതർ ആസിഡിൻ്റെയൊക്കെ ആക്ഷൻ മൂലം, കെമിക്കൽ റിയാക്ഷൻ മൂലം ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു, പിന്നെ ഡികമ്പോസ് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്യുന്നു. റോക്സിനെ ഡികമ്പോസ് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, സൊല്യൂഷൻ, കാർബണേഷൻ, ഹൈഡ്രേഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ എന്ന് പറയുന്നിട്ടുള്ള ഒരുപാട് വെതറിംഗ് പ്രോസസ്സ് ഈ റോക്സിൻ്റെ മേലെ ആക്ട് ചെയ്തിട്ടാണ്. പിന്നെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. വാട്ടർ ആൻഡ് എയർ, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. വാട്ടർ ആൻഡ് എയറിനകത്ത് വരുന്നതാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും രണ്ടും വേണം. വാട്ടറും ഈ എയറും എലോങ് വിത്ത് ഹീറ്റും വേണ്ടി വരും. ഓക്കെ, മസ്റ്റ് ബി പ്രസൻറ്റ് സ്പീഡ് അപ്പ് ഓൾ ദ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ എല്ലാ കെമിക്കൽ റിയാക്ഷനും സ്പീഡ് അപ്പ് ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആവശ്യമാണ്, വാട്ടർ ആവശ്യമാണ്, പിന്നെ എയർ ആവശ്യമാണ്. എയറിനകത്ത് ഓക്സിജനും വരാം, കാർബൺ ഡൈ ഓക്സൈഡും വരാം. എലോങ് വിത്ത് ഹീറ്റ് വേണം, ഹീറ്റും ആവശ്യമാണ്. മസ്റ്റ് ബി പ്രസൻറ്റ് ടു സ്പീഡ് അപ്പ് ഓൾ ദ കെമിക്കൽ റിയാക്ഷൻസ്. Over and above the carbon dioxide present in the air, decomposition of plants and animals increases the quantity of carbon dioxide ഉണ്ടാക്കുകയാണ്. എയറിൽ എത്രമാത്രം കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, പിന്നെ പ്ലാന്റ്സും ആനിമൽസും ഡികമ്പോസ് ചെയ്യുന്ന അവിടെ ഗ്രൗണ്ടിലാണല്ലോ ഡികമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡികമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. എയറിൽ കാർബൺ ഡയോക്സൈഡ് പ്രസൻ്റ് ആയിരിക്കുന്നത് കൂടാതെ കാർബൺ ഡയോക്സൈഡ് എവിടെയാണ്, അണ്ടർഗ്രൗണ്ടിലും പ്രസൻ്റ് ആണ്. ഇങ്ങനെ ഈ പ്ലാന്റ്സും ആനിമൽസും ഡികമ്പോസ് ചെയ്യുന്ന വഴി കാർബൺ ഡയോക്സൈഡ് അണ്ടർഗ്രൗണ്ടിൽ കൂടി വരുന്നുണ്ട്. ദീസ് കെമിക്കൽ റിയാക്ഷൻസ് ഓൺ വേരിയസ് മിനറൽസ് ആർ വെരി മച്ച് സിമിലർ ടു ദ കെമിക്കൽ റിയാക്ഷൻസ് ഓൺ എ ലബോറട്ടറി. ഇതെന്ന് പറയുന്നത് ലബോറട്ടറിയിൽ നമ്മൾ ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷനോട് ഭയങ്കര സിമിലറാണ്. കാരണം എന്താണ്, നമുക്കിവിടെ ഹീറ്റ് കിട്ടുന്നുണ്ട്, പിന്നെ എന്താണ് പറയുക, ഗ്യാസസ് കിട്ടുന്നുണ്ട്, ഓക്സിജനും കാർബൺ ഡയോക്സൈഡും പോലെ ഗ്യാസസ് കിട്ടുന്നുണ്ട്, പിന്നെ വാട്ടർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ലബോറട്ടറി ചെയ്യുന്ന റിയാക്ഷൻ പോലെ തന്നെ സിമിലറാണ്. ഫിസിക്കൽ വെതറിംഗ് പ്രോസസ്സ് അഥവാ മെക്കാനിക്കൽ വെതറിംഗ് പ്രോസസ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അപ്ലൈഡ് ഫോഴ്സസിനെയാണ്. ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിംഗ് പ്രോസസ്സ് ഡിപ്പെൻഡ് ഓൺ സം അപ്ലൈഡ് ഫോഴ്സസ്. 3 തരത്തിൽ ഈ അപ്ലൈഡ് ഫോഴ്സസ് ഉണ്ടാകാം. ഒന്നെന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് സച്ച് ആസ് ഓവർബർഡൻ പ്രഷർ, ലോഡ് ആൻഡ് ഷിയറിംഗ് സ്ട്രെസ്.
ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് സച്ച് ആസ് ഓവർ ബർഡൻ പ്രഷർ, ലോഡ് ആൻഡ് ഷിയറിംഗ് സ്ട്രെസ്. രണ്ടാമത്തത് എക്സ്പാൻഷൻ ഫോഴ്സസ് ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ചസ്, ക്രിസ്റ്റൽ ഗ്രോത്ത് ഓർ ആനിമൽ ആക്ടിവിറ്റി. ഇത് എക്സ്പാൻഷൻ ഫോഴ്സസ് എന്തൊക്കെ കൊണ്ട്? ടെമ്പറേച്ചർ ചേഞ്ചസ് കൊണ്ടുവരാം, പിന്നെ ക്രിസ്റ്റൽ ഗ്രോത്ത് കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ ആനിമൽസ്, ഈ റോഡൻസ് പോലെയുള്ള ഈ തുരന്ന് ജീവിക്കുന്ന ജീവികളിൽ, അപ്പം അതുപോലത്തെ ആനിമൽസിൻ്റെ ആക്ടിവിറ്റീസ് ആവാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ടർ പ്രഷർ. വാട്ടർ പ്രഷർ ഇസ് കൺട്രോൾഡ് ബൈ വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് സൈക്കിൾ. വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് സൈക്കിളിൻ്റെ വാട്ടർ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സച്ച് ആസ് ഓവർ ബർഡൻ പ്രഷർ, ലോഡ് ആൻഡ് ഷിയറിംഗ് സ്ട്രെസ്, എക്സ്പാൻഷൻ ഫോഴ്സസ് ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ചസ്, ക്രിസ്റ്റൽ ഗ്രോത്ത് ഓർ ആനിമൽ ആക്ടിവിറ്റി, വാട്ടർ പ്രഷർ കൺട്രോൾഡ് ബൈ വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് സൈക്കിൾസ്. ഇനി ഈ ഫോഴ്സസ് മിക്കതും സർഫസിലും ആൻഡ് വിത്തിൻ ഡിഫറെൻറ്റ് എർത്ത് മെറ്റീരിയൽസിലും ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ലീഡിങ് ടു റോക്ക് ഫ്രാക്ചർ. എന്നിട്ട് റോക്ക് ഫ്രാക്ചറിന് വിധേയമാകും. അപ്പോൾ മെനി ഓഫ് ദീസ് ഫോഴ്സസ് ആർ അപ്ലൈഡ് ബോത്ത് അറ്റ് സർഫസിലും അപ്ലൈ ചെയ്യുന്നുണ്ട് ആൻഡ് വിത്തിൻ എർത്തിൻ്റെ മെറ്റീരിയൽസിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്, സർഫസിലും വിത്തിൻ ദ എർത്ത് മെറ്റീരിയൽസ്. അതുകൊണ്ട് തന്നെ റോക്ക് ഫ്രാക്ചറിന് വിധേയമാകും. മോസ്റ്റ് ഓഫ് ദ ഫിസിക്കൽ വെതറിംഗ് പ്രോസസ് ആർ കോസ്ഡ് ബൈ തെർമൽ എക്സ്പാൻഷൻ ആൻഡ് പ്രഷർ റിലീസ്. അപ്പോൾ മിക്ക ഫിസിക്കൽ വെതറിംഗ് പ്രോസസ്സ് നടക്കുന്നത് തെർമൽ എക്സ്പാൻഷൻ കാരണവും പ്രഷർ റിലീസ് കാരണവുമാണ്. മിക്ക ഫിസിക്കൽ വെതറിംഗ് പ്രോസസ്സ് നടക്കുന്നതും തെർമൽ എക്സ്പാൻഷൻ കാരണവും പ്രഷർ റിലീസ് കാരണവുമാണ്. ഈ പ്രോസസ്സൊക്കെ എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും, സ്ലോ ആയിരിക്കും, ബട്ട് ക്യാൻ കോസ് ഗ്രേറ്റ് ഡാമേജ് ടു ദ റോക്സ് ബിക്കോസ് ഓഫ് കണ്ടിന്യൂഡ് ഫറ്റിഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഷോർട്ട് റണ്ണിൽ വലിയ ചേഞ്ചസ് കാണത്തില്ല, പതുക്കെ ആക്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ ലോങ് റൺ ആകുമ്പോഴത്തേക്കും ഒരുപാട് നാൾ കഴിയുമ്പോഴത്തേക്കും കണ്ടിന്യൂഡ് ഫറ്റിഗിന് വിധേയമാവും. അതുകൊണ്ട് തന്നെ റോക്സിൽ ഗ്രേറ്റ് ഡാമേജ് ഉണ്ടാവും. ആൻഡ് റോക്സ് സഫർ ഡ്യൂ ടു റെപ്പറ്റീഷൻ ഓഫ് കൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ. റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൺട്രാക്ഷനും എക്സ്പാൻഷനും നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ റോക്സ് ഗ്രേറ്റ് ഡാമേജസിന് വിധേയമാകും. നെക്സ്റ്റ് ബയോളജിക്കൽ ആക്ടിവിറ്റി ആൻഡ് വെതറിംഗ്. ഈ ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത് ഇസ് കോൺട്രിബ്യൂഷൻ ടു ഓർ റിമൂവൽ ഓഫ് മിനറൽസ് ആൻഡ് അയോൺസ് ഫ്രം ദ വെതറിംഗ് എൻവയോൺമെൻറ്റ്. വെതറിംഗ് എൻവയോൺമെൻറ്റിൽ നിന്ന് മിനറൽസിന് അയോൺസിൽ ഒന്നിൽ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കാം, അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്തേക്കാം. ആൻഡ് ഫിസിക്കൽ ചേഞ്ചസിന് വിധേയമാകും ഡ്യൂ ടു ഗ്രോത്ത് ഓർ മൂവ്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ്. ഒന്നിൽ അവിടെ മൂവ്മെൻറ്റ് ഓർഗാനിസത്തിൻ്റെ മൂവ്മെൻറ്റ് കാരണം, അല്ലെങ്കിൽ ഓർഗാനിസം അവിടെ ഗ്രോ ചെയ്യുന്നത് കൊണ്ടോ ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാകാം ആ ഒരു എൻവയോൺമെൻറ്റിന്. അല്ലെങ്കിൽ വെതറിംഗ് എൻവയോൺമെൻറ്റിൽ നിന്ന് അയോൺസ്, മിനറൽസ് ഇവയൊക്കെ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ വന്ന് ആഡ് ചെയ്യുകയോ ചെയ്തേക്കാം. ഈ ഈ തുരന്ന് ജീവിക്കുന്ന ഓർഗാനിസംസിലേക്ക് ഏതൊക്കെയാണ്? എർത്ത് വേംസിൻ്റെ ടെർമെച്ചിതലുകൾ, പിന്നെ ഈ റോഡൻസ്, ഈ പറഞ്ഞ പോലെ ഇവയൊക്കെയാണ് റോഡൻസ് എന്ന് പറയുന്നത്. സ്ക്വിറൽ ആവാം, മൗസ് ആവാം, റാറ്റ് ആവാം, ചിപ്മങ്സ് ആവാം, ഹാംസ്റ്റേഴ്സ് ആവാം, ഇതുപോലെ തുരന്ന് ജീവിക്കുന്ന ജീവികൾ. അപ്പം ഇവയെല്ലാം എന്ത് ചെയ്യും? ഹെൽപ്പ് ഇൻ എക്സ്പോസിങ് ന്യൂ സർഫസ്. അപ്പം അവരിങ്ങനെ മണ്ണ് ഇങ്ങനെ മാന്തുമ്പോൾ പുതിയ സർഫസിനോട് എക്സ്പോസ്ഡ് ആകും. പുതിയ സർഫസ് എന്തിനോട് എക്സ്പോസ്ഡ് ആകും? ടു കെമിക്കൽ അറ്റാക്ക് ആൻഡ് അസിസ്റ്റ് ഇൻ ദ പെനട്രേഷൻ ഓഫ് മോയ്സ്ചർ ആൻഡ് എയർ. അപ്പോൾ അതിലേക്ക് മോയ്സ്ചറും എയറും പെനിട്രേറ്റ് ചെയ്യാനായിട്ട് ഇവരിങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിലൂടെ സഹായകമാകും. ഹ്യൂമൻ ബീങ്സ് ബൈ ഡിസ്റ്റർബിങ് വെജിറ്റേഷൻ, plowing and cultivating soils also help in mixing and creating new contact between air, water and minerals in the earth material. എർത്ത് മെറ്റീരിയൽസിലേക്ക് നമ്മളിങ്ങനെ ഈ നില ഉഴുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴും വെജിറ്റേഷനൊക്കെ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണെങ്കിൽ തന്നെ പുതിയ സർഫസിലേക്ക് ഈ എയറും വാട്ടർ മിനറൽസും ഒക്കെ കോണ്ടാക്റ്റിലാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആൻഡ് ആനിമൽ മാറ്റർ ഉണ്ടാവുമല്ലോ. ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആൻഡ് ആനിമൽ മാറ്റർ, ഹ്യൂമിക്, പിന്നെ കാർബോണിക്, പിന്നെ മറ്റ് ആസിഡ്സ് ഇവയുടെ പ്രൊഡക്ഷന് കാരണമാകും. ഇപ്പോൾ ഡീക്കേയിങ് പ്ലാന്റ് ആൻഡ് ആനിമൽ മാറ്ററിൻ്റെ കാരണം എന്തുണ്ടാകും? ഹ്യൂമിക്, കാർബോണിക് ആസിഡ് ആൻഡ് മറ്റ് ആസിഡ്സിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു. ഇതുകൊണ്ട് എന്ത് ചെയ്യും? വിച്ച് ഇൻ ടേൺ എൻഹാൻസസ് ദ ഡീക്കേ ആൻഡ് സോലബിലിറ്റി ഓഫ് സം എലമെൻറ്റ്സ്. അപ്പോൾ ചില എലമെൻറ്റ്സിന് ഡീക്കേ ആവാനും അവയുടെ സോലബിലിറ്റിക്കൊക്കെ വേണ്ടി ഈ പറഞ്ഞിരിക്കുന്ന ഹ്യൂമിക്കും കാർബോണിക് ആസിഡും മറ്റ് ആസിഡുകളും ഒക്കെ ബെനിഫിഷ്യലാണ്. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടുന്ന? ഡെഡ് ആൻഡ് ഡീക്കേയിങ് പ്ലാന്റ് ആൻഡ് ആനിമൽ മാറ്ററിലൂടെ. ഇനി അതുപോലെ തന്നെ വലിയ റൂട്ടുകളുണ്ടല്ലോ, മറ്റേ നമ്മുടെ വലിയ മരങ്ങളുടെയൊക്കെ ആല്, അതുപോലെ വലിയ മരങ്ങളുടെ റൂട്ട്, പ്ലാന്റ് റൂട്ട് എന്ന് പറയുന്നത് എക്സൈറ്റ് ട്രമെൻഡസ് പ്രഷർ ഓൺ ദ എർത്ത് മെറ്റീരിയൽസ് മെക്കാനിക്കലി ബ്രേക്കിംഗ് ദം അപ്പ്. അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു വലിയ മതിലുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൂടെ വലിയൊരു മരം പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേര് പോകുമ്പോഴത്തേക്കും എന്തായാലും ഈ വോളിനെ തന്നെ ഇടിച്ച് നശിപ്പിക്കുന്ന രീതിയിൽ വിള്ളലൊക്കെ കാണപ്പെടും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എർത്ത് മെറ്റീരിയലിലും ഇതേപോലെ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാകും, ട്രമെൻഡസ് പ്രഷർ ഉണ്ടാക്കുന്നുണ്ട് മെക്കാനിക്കലി, എന്നിട്ട് അവയെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇനി വെതറിങ്ങിൻ്റെ സ്പെഷ്യൽ എഫക്റ്റ് നോക്കാം. അത് നമ്മുടെ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ റിസൾട്ടാണ്, നോട്ട് ഒരു പ്രോസസ്സ് അല്ല. അത് വെതറിങ്ങിൻ്റെ ഫലമായി ഉണ്ടാവുന്നതാണ്. എക്സ്ഫോളിയേഷൻ ഈസ് എ റിസൾട്ട് ബട്ട് നോട്ട് എ പ്രോസസ്. ഫ്ലാങ്കിങ് ഓഫ് ഓർ
ഫ്ലാങ്കിങ് ഓഫ് more or less curved sheets of shells from over rocks or bedrock result in smooth and rounded surfaces. റോക്ക് ബെഡിൻ്റെ മുകളിൽ നിന്ന് പറ്റും ഈ സർഫസസ് പിന്നെ എന്ത് ചെയ്യും, സർഫസസ് റിമൂവ് ആയിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഫലമായിട്ട് സ്മൂത്ത് ആൻഡ് റൗണ്ട് സർഫസസ് ക്രിയേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ സ്മൂത്ത് ആൻഡ് റൗണ്ട് സർഫസ് അവിടെ തെളിഞ്ഞു വരും. അപ്പോൾ എക്സ്ഫോളിയേഷൻ ക്യാൻ ഒക്യൂർ ഡ്യൂ ടു എക്സ്പാൻഷൻ ആൻഡ് കൺട്രാക്ഷൻ ഇൻഡ്യൂസ്ഡ് ബൈ ടെമ്പറേച്ചർ ചേഞ്ചസ്. ടെമ്പറേച്ചർ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന എക്സ്പാൻഷനും പിന്നെ കൺട്രാക്ഷനും കാരണം എക്സ്ഫോളിയേഷൻ നടന്നേക്കാം. എക്സ്ഫോളിയേഷൻ ഡോംസ് ആൻഡ് ടോവേഴ്സ് റിസൾട്ട് ഡ്യൂ ടു ദ അൺലോഡിങ് ആൻഡ് തെർമൽ എക്സ്പാൻഷൻ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ എക്സ്ഫോളിയേഷൻ ഡോംസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, എന്തിൻ്റെ ഫലമായിട്ടാണ്, അൺലോഡിങ്ങിൻ്റെ റിസൾട്ടായിട്ടാണ് എക്സ്ഫോളിയേഷൻ ഡോം ഉണ്ടാകുന്നത്. ഇനി അതുപോലെ തന്നെ തെർമൽ എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോൾ, തെർമൽ എക്സ്പാൻഷൻ നടന്നു കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് ഫോം ചെയ്യുന്നതാണ് എക്സ്ഫോളിയേഷൻ ടോഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ ചേഞ്ചസ് ആണ് എക്സ്ഫോളിയേഷൻ നടക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഇതുപോലെ മുകളിൽ നിന്നും സർഫസ് എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോകുന്നു, എന്നിട്ട് സ്മൂത്ത് ആൻഡ് റൗണ്ട് റോക്ക് ഫോം ചെയ്യുന്നു. ഇതാണൊരു എക്സ്ഫോളിയേഷൻ ടോർ, ഇതാണൊരു എക്സ്ഫോളിയേഷൻ ഡോം. അപ്പോൾ ഡോം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അൺലോഡിങ് കാരണമാണ് ഡോം ഉണ്ടാകുന്നത്, തെർമൽ എക്സ്പാൻഷൻ കാരണമാണ് ടോർ ഉണ്ടാകുന്നത്. ഇനി വെതറിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. വെതറിങ് പ്രോസസ് ആർ റെസ്പോൺസിബിൾ ഫോർ ബ്രേക്കിംഗ് ഡൗൺ ദ റോക്സ് ഇൻ സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ്. എന്താണ്, റോക്കിനെ സ്മോളർ ഫ്രാഗ്മെൻ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താണ്, വെതറിങ് പ്രോസസ്സാണ്. ആൻഡ് പ്രിപ്പയറിംഗ് ദ വേ ഫോർ ഫോർമേഷൻ ഓഫ് നോട്ട് ഓൺലി റെഗോലിത്ത്, റെഗോലിത്ത് മാത്രമല്ല ഫോം ചെയ്യുന്നത്, ആൻഡ് നെഗോലിത്തും സോയിലും മാത്രമല്ല, ബട്ട് ഓൾസോ ഇറോഷൻ ആൻഡ് മാസ് മൂവ്മെൻറ്റ്. അപ്പം ഇറോഷനും മാസ് മൂവ്മെൻറ്റും ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ സോയിൽ ഫോം ചെയ്യുന്നു, സോയിലും റെഗോലിത്തും ഫോം ചെയ്യിക്കുന്നു. ഈ ബയോംസും ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി റിസൾട്ട് ഓഫ് ഫോറസ്റ്റ് വെജിറ്റേഷൻ, ഇവിടുത്തെ വെജിറ്റേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് അപ്പോൺ ദ ഡെപ്ത് ഓഫ് വെതറിംഗ് മാൻറ്റിൽ, വെതറിംഗ് മാൻറ്റിലിൻ്റെ ഡെപ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ കണ്ടാണ് ഈ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഫോറസ്റ്റിന് അവിടെ വെതറിംഗ് മാൻറ്റിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, ഫ്രഷ് റോക്ക് ഉണ്ട്, പിന്നെ കെമിക്കൽ ഓൾട്രേഷൻ വരുന്ന സോണുണ്ട്, സോൺ ഓഫ് മോഡറേറ്റ് ഗുഡ് കെമിക്കൽ ഓൾട്രേഷൻ ഉണ്ട്, പിന്നെ ക്ലേ മിനറൽ സോൺ ഉണ്ട്, പിന്നെ ഇതെന്താണ് സോൺ ഓഫ് ഡൊമിനൻസ് ഓഫ് ഓക്സൈഡ്സ്, അലൂമിനിയത്തിൻ്റെ ഓക്സൈഡ്സ് അടങ്ങിയിരിക്കുന്ന സോണുണ്ട്, പിന്നെ അയണിൻ്റെയും അതുപോലെ തന്നെ അലൂമിനിയത്തിൻ്റെയും ഓക്സൈഡ്സ് അടങ്ങിയ സോൺ വേറെയുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഇത്രയും ഡെപ്തിലാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഏരിയയിൽ വെതറിംഗ് മാൻറ്റിൽ അടങ്ങിയിരിക്കുന്നത്. എന്നാൽ തുന്ദ്ര റീജിയനിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇത്രയൊന്നും ഡെപ്ത് എന്തിനില്ല, നമ്മളുടെ സോയിലിനില്ല, വെതറിംഗ് മാൻറ്റിലിനില്ല. അപ്പോൾ ബയോംസും ബയോഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് ബേസിക്കലി റിസൾട്ട് ഓഫ് ഫോറസ്റ്റ് വെജിറ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഡെപ്ത് ഓഫ് വെതറിംഗ് മാൻറ്റിൽസ്. ഈ തുന്ദ്ര തൈഗ എന്നൊക്കെ പറയുന്ന ഓരോ ബയോംസിനാണ്, ഡെസേർട്ട്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഇതൊക്കെ എന്ന് പറയുന്നത് ബയോംസ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, വെജിറ്റേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ വെജിറ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് അതിന് വെതറിംഗ് മാൻറ്റിലിൻ്റെ ഡെപ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇറോഷൻ കനോട്ട് ബി സിഗ്നിഫിക്കൻറ്റ് ഇഫ് ദ റോക്സ് ആർ നോട്ട് വെതർ. ഇറോഷൻ എന്താണ്, ഇറോഷൻ നടക്കണമെങ്കിൽ വെതറിംഗ് പ്രോപ്പറായിട്ട് നടക്കും. ഇറോഷൻ കനോട്ട് ബി സിഗ്നിഫിക്കൻറ്റ് ഇഫ് ദ റോക്സ് ആർ നോട്ട് വെതർ. പ്രോപ്പറായിട്ട് വെതറിംഗ് നടന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇറോഷൻ നടക്കുക, ദാറ്റ് മീൻസ് വെതറിംഗ് എയ്ഡ്സ് മാസ് വേസ്റ്റിംഗ്. വെതറിംഗ് എന്തിനെ എയ്ഡ് ചെയ്യുന്നു, മാസ് വേസ്റ്റിങ്ങിനെയും ഇറോഷനെയും ആൻഡ് റിഡക്ഷൻ ഓഫ് ദ റിലീഫ് ആൻഡ് ചേഞ്ചസ് ഇൻ ലാൻഡ് ഫോംസ് ആർ കോൺസിക്വൻസ് ഓഫ് ഇറോഷൻ. വെതറിംഗ് എന്തിനെയൊക്കെ എയ്ഡ് ചെയ്യുന്നു, മാസ് വേസ്റ്റിങ്ങിനെയും ഇറോഷനെയും എയ്ഡ് ചെയ്യുന്നു. പിന്നെ അവിടെ ഉണ്ടാകുന്ന റിലീഫ് റെഡ്യൂസ്ഡ് ആവുന്നതും പിന്നെ എന്താണ് ലാൻഡ് ഫോംസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞാൽ ഇറോഷൻ്റെ കോൺസിക്വൻസ് ആണ്. വെതറിംഗ് എന്ന് പറയുന്നത് ഇറോഷനെ എയ്ഡ് ചെയ്യുന്നു. ഓക്കെ, വെതറിംഗ് ഓഫ് റോക്സ് ആൻഡ് ഡിപ്പോസിറ്റ്സ് ഹെൽപ്സ് ഇൻ ദ എൻറിച്ച്മെൻറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് സർട്ടൺ വാല്യബിൾ ഓർസ് ഓഫ് അയൺ, മാംഗനീസ്, അലൂമിനിയം, കോപ്പർ എക്സെട്ര. അപ്പം ചില ഓഴ്സിനെ എന്താണ് എൻറിച്ച് ചെയ്യുക, അതുപോലെ അതിൻ്റെ കോൺസെൻട്രേഷൻ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുക. ഇതിനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വെതറിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെതറിംഗ് ഓഫ് റോക്സ് ആൻഡ് ഡിപ്പോസിറ്റ്സ്, ഡിപ്പോസിറ്റ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഹെൽപ്സ് ഇൻ ദ എൻറിച്ച്മെൻറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് സർട്ടൺ വാല്യബിൾ ഓർസ് ഓഫ് അയൺ, മാംഗനീസ്, അലൂമിനിയം, കോപ്പർ എക്സെട്ര വിച്ച് ആർ ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഫോർ ദ നാഷണൽ എക്കോണമി. വെതറിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഇൻ ദ ഫോർമേഷൻ, സോയിൽ ഫോർമേഷന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോള് വെതറിംഗ് പ്ലേ ചെയ്യുന്നുണ്ട്. വെതറിംഗ് കാരണം ഒരുപാട് ഗുണങ്ങളുണ്ട്. എൻറിച്ച്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം റോക്സ് വെതറിങ്ങിന് വിധേയമാകുമ്പോൾ സം മെറ്റീരിയൽസ് ആർ റിമൂവ്ഡ്. ചില മെറ്റീരിയൽസ് എന്തെങ്കിലും റിമൂവ് ചെയ്യപ്പെടുന്നത് എങ്ങനെ, ത്രൂ കെമിക്കൽ ഓർ ഫിസിക്കൽ ലീച്ചിങ്. ഫിസിക്കൽ ലീച്ചിങ് അഥവാ കെമിക്കൽ ലീച്ചിങ് പ്രകാരം വഴി കുറച്ച് മെറ്റീരിയൽസ് റിമൂവ്ഡ് ആകും. അപ്പം ഈ ലീച്ചിങ് എന്തുകൊണ്ടാണ്, ഗ്രൗണ്ട് വാട്ടർ കൊണ്ടാണ് ലീച്ചിങ് ഉണ്ടാകുക. സോ some materials are removed through chemical and physical leaching by groundwater and thereby the concentration of remaining materials increases. എന്നിട്ട് എന്താ സൊല്യൂബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ലീച്ച് ചെയ്ത് പോയിപ്പോവും. ബാക്കിയുള്ള റിമൈനിങ് മെറ്റീരിയൽസിൻ്റെ കോൺസെൻട്രേഷൻ കൂടി നിൽക്കും, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അതുപോലെ തന്നെ നിൽക്കും. ഓക്കെ,
നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒലിച്ച് പോയിട്ടുണ്ടാവും. വിതൗട്ട് സച്ച് വെതറിങ് ടേക്കിംഗ് പ്ലേസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സെയിം വാല്യബിൾ മെറ്റീരിയൽ മേ നോട്ട് ബി സഫീഷ്യൻറ്റ് ആൻഡ് എക്കണോമിക്കലി വയബിൾ ടു എക്സ്പേർട്ട് പ്രോസസ് ആൻഡ് റിഫൈൻ. അപ്പം ഇങ്ങനെ വെതറിങ് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേണ്ട വാല്യബിളായിട്ടുള്ള മെറ്റീരിയലിൻ്റെ കോൺസെൻട്രേഷൻ ചില ഏരിയയിൽ അങ്ങനെ എന്താ പറയുക അങ്ങനെ കിടക്കും, ലീച്ച് ചെയ്ത് പോകാതെ അത് മാത്രം അവിടെ കിടക്കും. ബാക്കി വേണ്ടാത്ത സാധനങ്ങളൊക്കെ ലീച്ച് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ എക്കണോമിക്കലി നമുക്ക് ബെനിഫിറ്റ് ആണ്, നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ആ ഒരു എക്കണോമിക്കലി നമുക്ക് വലിയ ചിലവില്ലാതെ തന്നെ ആ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. വെതറിങ് നടന്നില്ല എങ്കിൽ സെയിം മെറ്റീരിയൽസ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള കുറേ മെറ്റീരിയൽസ് ചവറ് മാതിരി ബാക്കി മെറ്റീരിയൽസും കൂടെ കിടപ്പുണ്ടാകും. അപ്പോൾ നമുക്കത് അത്രയും ഭാഗം ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ചിലവ് കൂടത്തതേ ഉള്ളൂ. നമുക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ്, നമുക്ക് വേണ്ടുന്ന മിനറൽസ് ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടണമെന്നില്ല. ഒരുപാട് നമ്മൾ ക്യാഷ് മുടക്കിയാലേ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് കിട്ടത്തുണ്ടാവുകയുള്ളൂ. പക്ഷേ വെതറിങ് നടന്നു കഴിയുമ്പം ഈ അനാവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ലീച്ച് ചെയ്ത് പോയി പോകും. വേണ്ട സാധനങ്ങൾ മാത്രം അവിടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്ത് കിടക്കപ്പെടും. അപ്പോൾ ഇതിനെയാണ്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലാഭമായി. ഇതിനെ പറയുന്ന പേരാണ് എൻറിച്ച്മെൻറ്റ്. നെക്സ്റ്റ് മാസ് മൂവ്മെൻ്റ് ആണ്. നമ്മളിവിടെ ഡെനോട്ടേഷൻ പ്രോസസ് പറഞ്ഞാണ്. മാസ് മൂവ്മെൻറ്റിന് എന്താണ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്? ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ് സോൾ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ മൂവ്മെൻറ്റ്സ് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ദ മാസ് ഓഫ് റോക്ക് ഡെബ്രിസ് ഡൗൺ ദ സ്ലോപ്സ് അണ്ടർ ദ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിയുടെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസിൽ മാസ് ഓഫ് റോക്കിൻ്റെ കൂട്ടത്തിന് എന്ത് ചെയ്യും? ഒരു സ്ലോപ്പിന് താഴത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റിനെ ഫേവർ ചെയ്യിപ്പിക്കും. ദാറ്റ് മീൻസ് എയർ, വാട്ടർ ഓർ ice do not carry debris with them from place to place, but on the other hand the debris may carry with it air, water or ice. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ലോപ്പിൽ കൂടെ എയറോ വാട്ടറോ അതുപോലെ തന്നെ ഐസോ അല്ല ഈ റോക്ക് ഡെബ്രിസിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്. പകരം ഇത് ഉരുണ്ട് പോകുന്ന വഴിക്ക് കുറച്ച് വെള്ളത്തിനെങ്ങോ കൊണ്ടുപോയാൽ എന്നുവെച്ചാൽ പ്രത്യേകമായിട്ടും ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രം ഈ സംഭവങ്ങളൊക്കെ താഴത്തേക്ക് റോക്ക് ഡെബ്രിസ് താഴത്തേക്ക് സ്ലോപ്പ് വഴി ഒഴുകി വരുന്നത്. അല്ലാതെ നോർമലി ഉള്ള ഇറോഷണൽ ഏജൻസ് ഒന്നും ഇവിടെ റോളില്ല. ഇനിയും ദ മൂവ്മെൻറ്റ്സ് ഓഫ് മാസ് മേ റേഞ്ച് ഫ്രം സ്ലോ ടു റാപ്പിഡ്. ചിലപ്പോൾ പതുക്കെ ആയിരിക്കാം, ചിലപ്പോൾ ഭയങ്കര പെട്ടെന്നായിരിക്കും. അഫക്റ്റ് ഷാലോ ടു ഡീപ്പ് കോളംസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഇൻക്ലൂഡ് ക്രീപ്പ്, ഫ്ലോ, സ്ലൈഡ് ആൻഡ് ഫോൾ. അപ്പോൾ ഇതിലെന്തൊക്കെയാണ്? ക്രീപ്പ്, ഫ്ലോ, സ്ലൈഡ്, ഫോൾ, ഇങ്ങനെ പല രീതിയിൽ എന്താണ് മാസ് മൂവ്മെൻറ്റ് നടക്കാം. ഗ്രാവിറ്റി എക്സർസൈസ് ഫോഴ്സ് ഓൺ ഓൾ മാറ്റർ ബോത്ത് ബെഡ് റോക്ക് ആൻഡ് ദ പ്രൊഡക്ട്സ് ഓഫ് ദ വെതറിങ്. ഗ്രാവിറ്റി ബെഡ് റോക്കിലായാലും വെതറിങ്ങിൻ്റെ പ്രൊഡക്ട്സിലായാലും എന്താണ് അതിൻ്റെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. സോ വെതറിങ് ഈസ് നോട്ട് എ പ്രീ റിക്വസിറ്റ്. വെതറിങ് വേണമെന്നില്ല. വെതറിങ് ഈസ് നോട്ട് എ പ്രീ റിക്വസിറ്റ് ഫോർ മാസ് മൂവ്മെൻറ്റ്, തോ ഇറ്റ് എയ്ഡ്സ് മാസ് മൂവ്മെൻറ്റ്. അപ്പോൾ മാസ് മൂവ്മെൻറ്റിനെ വെതറിങ് എയ്ഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ വെതറിങ് ഉണ്ടെങ്കിൽ മാത്രമേ മാസ് മൂവ്മെൻറ്റ് നടക്കൂ എന്നൊന്നുമില്ല. വെതറിങ് നടന്നാലും ഇല്ലെങ്കിലും മാസ് മൂവ്മെൻറ്റ് നടക്കും. പക്ഷേ വെതറിങ് ഉള്ളപ്പോൾ ഒരു എന്താ പറയുക, ഒന്നിൻ്റെ കൂടെ ഒരു തള്ളെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ വെതറിങ് ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യും മാസ് മൂവ്മെൻറ്റിനെ. അല്ലാണ്ട് വെതറിങ് കർശനമായിട്ട് വേണമെന്നില്ല. കർശനമായിട്ട് വേണ്ടത് തന്നെ ഗ്രാവിറ്റിയാണ് മെയിനായിട്ടും മാസ് മൂവ്മെൻറ്റിന് വേണ്ടത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് വേണ്ടത്. മാസ് മൂവ്മെൻറ്റ് ആർ വെരി ആക്റ്റീവ് ഓർ വെതേർഡ് സ്ലോപ്സ് റാദർ ദാൻ ഓവർ അൺവെതേർഡ് മെറ്റീരിയൽസ്. പക്ഷേ വെതേർഡ് സ്ലോപ്പിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കും മാസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അൺവെതേർഡ് മെറ്റീരിയൽ നടക്കും, പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ വെതേർഡ് സ്ലോപ്പിലായിരിക്കും കുറച്ചും കൂടി ആക്റ്റീവായിട്ട് മാസ് മൂവ്മെൻറ്റ് നടക്കുക. കാരണം ഓൾറെഡി പൊടിഞ്ഞ് കിടക്കുന്ന സാധനമാണ്. അപ്പം ഈ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ കുറച്ചും കൂടെ ഡെബ്രിസ് അതിൻ്റെ കൂടെ താഴത്തേക്ക് പോകും. Mass movements are aided by gravity and no geomorphic agents like running water, glaciers, wind, waves and currents participate in the process of mass movement. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാസ് മൂവ്മെൻറ്റിൻ്റെ പ്രോസസ്സിനകത്ത് ഈ ജിയോമോർഫിക് ഏജൻറ്റുകളൊന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല. ഏതൊക്കെയാണ്? റണ്ണിങ് വാട്ടർ, ഗ്ലേഷ്യേഴ്സ്, വിൻഡ്, വേവ്സ്, കറൻസ്, ഇതൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. പകരം ഗ്രാവിറ്റിയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മാസ് മൂവ്മെൻറ്റ് ഡു നോട്ട് കം അണ്ടർ ഇറോഷൻ തോ ദെയർ ഈസ് എ ഷിഫ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഇവിടുന്ന് ഒരു റോക്ക് ഡെബ്രിസിനെ ഇങ്ങോട്ട് താഴത്തേക്ക് സ്ലോപ്പിൽ വഴി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, നോർമലി അങ്ങനെ മൂവ് ചെയ്യുന്നത് നമ്മൾ ഇറോഷനായിട്ടാണ് പറയുന്നത് അല്ലേ. പക്ഷേ ഇറോഷൻ നടക്കണമെങ്കിൽ ഇറോഷണൽ ഏജൻസ് വേണമായിരുന്നു. അത് ലൈക്ക് ഈ വിൻഡ്, വേവ്സ് പോലെയുള്ള അല്ലെങ്കിൽ വാട്ടർ പോലുള്ള ഇറോഷണൽ ഏജൻസ് വേണമായിരുന്നു. പക്ഷേ മാസ് മൂവ്മെൻറ്റ് നടക്കുമ്പോഴത്തേക്കും ഇറോഷണൽ ഏജൻസിനൊന്നും തന്നെ റോളില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇറോഷൻ്റെ കാറ്റഗറിയിൽ വരുന്നതല്ല മാസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. Materials over the slopes have their own resistance to disturbing force and will yield only when the force is greater than the shearing resistance of the materials. Okay. ഈ മാസ് മൂവ്മെൻറ്റിന് ഫേവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തെന്നൊക്കെ, വീക്ക് ആയിട്ടുള്ള അൺകൺസോളിഡേറ്റഡ് മെറ്റീരിയൽസ്, പിന്നെ തിൻലി ബെഡഡ് റോക്സ്, ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ, സ്റ്റീപ്പിലി ഡിപ്പിംഗ് ബെഡുകൾ ഉണ്ടെങ്കിലും, വെർട്ടിക്കൽ ക്ലിഫ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്റ്റീപ്പ് സ്ലോപ്പ് ഉണ്ടെങ്കിലോ, പിന്നെ അബണ്ടൻ്റ് ആയിട്ട് പ്രസിപ്പിറ്റേഷൻ നടക്കുന്ന ഏരിയ ആണെങ്കിലോ അല്ലെങ്കിൽ ടൊറൻഷ്യൽ റെയിൻ നടക്കുന്ന ഏരിയ ആണെങ്കിലോ,
ഓക്കെ, നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്തായിരിക്കും ഇതിൽ ഒരുപാട് മല ഇടിഞ്ഞു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാം, പാറയൊക്കെ ഇടിഞ്ഞ് വീഴുക അല്ലേ. അപ്പോൾ സ്കാർസ് വെജിറ്റേഷൻ ഇല്ലാത്ത ഏരിയയിൽ സ്കാർസിറ്റി ഓഫ് വെജിറ്റേഷൻ. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് മാസ് മൊമെൻറ്റിൻ്റെ ഫേവർ ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ്? വീക്ക് അൺകോൺസെൻട്രേറ്റഡ് മെറ്റീരിയൽസ്, തിൻലി ബെഡഡ് റോക്സ്, അതുപോലെ തന്നെ ഫോൾട്ട്, സ്റ്റീപ്ലി ഡിപ്പിംഗ് ബെഡ്സ്, വെർട്ടിക്കൽ ക്ലിഫ്സ് ഓർ സ്റ്റീപ്പ് സ്ലോപ്സ്, അബണ്ടൻറ്റ് precipitation ആൻഡ് ടൊറൻഷ്യൽ റെയിൻസ് ആൻഡ് സ്കേഴ്സിറ്റി ഓഫ് വെജിറ്റേഷൻ എക്സെട്ര ഫേവർ മാസ് മൊമെൻറ്റ്സ്. ഇനിയും സെവറൽ ആക്ടിവേറ്റിംഗ് കോസസ് പ്രിസീഡ് മാസ് മൊമെൻറ്റ്. മാസ് മൊമെൻറ്റിന് മുൻപ് കുറച്ച് ആക്ടിവേറ്റിംഗ് കോസസ് ഉണ്ട്. അതിനെ മാസ് മൊമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് കാരണങ്ങൾ ഉണ്ടായേക്കാം. ഇതെന്ന് പറഞ്ഞ് ഏതൊക്കെ നോക്കാം. റിമൂവൽ ഓഫ് സപ്പോർട്ട് ഫ്രം ബിലോ ടു മെറ്റീരിയൽസ് എബോവ് ത്രൂ നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ മീൻസ്. ഒന്നുകിൽ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് സപ്പോർട്ട് മെറ്റീരിയൽസിനെ താഴ്ന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എന്താണ്, ആ സപ്പോർട്ട് റിമൂവ് ചെയ്താൽ. പിന്നെ ഇൻക്രീസ് ഇൻ ഗ്രേഡിയൻറ്റ് ആൻഡ് ഹൈറ്റ് ഓഫ് സ്ലോപ്സ്. അപ്പം ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ ഹൈറ്റ്, സ്ലോപ്പിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്ലോപ്പ് കൂടുകയാണെങ്കിലോ സ്ലോപ്പിൻ്റെ ഹൈറ്റ് കൂടുകയാണെങ്കിലോ. നെക്സ്റ്റ് ഓവർലോഡിങ് ത്രൂ അഡീഷണൽ മെറ്റീരിയൽസ് നാച്ചുറലി ഓർ ബൈ ആർട്ടിഫിഷ്യൽ ഫില്ലിംഗ്. ഇപ്പോൾ ഒന്നുകിൽ നാച്ചുറലായിട്ട് മെറ്റീരിയൽ എക്സ്ട്രാ ഫില്ലപ്പ് ആവാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഹ്യൂമൻസിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് മെറ്റീരിയൽസ് എക്സ്ട്രാ ആയിട്ട് ഫില്ലപ്പ് ആവാം. അപ്പോൾ ഓവർലോഡിങ് ഉണ്ടാവുകയാണെങ്കിൽ. നെക്സ്റ്റ് ഓവർലോഡിങ് ഡ്യൂ ടു ഹെവി റെയിൻഫോൾ. ഭയങ്കരമായ മഴ കാരണം ഓവർലോഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ സാച്ചുറേഷൻ, പിന്നെ ലൂബ്രിക്കേഷൻ ഓഫ് സ്ലോപ്പ് മെറ്റീരിയൽസ് ലൂബ്രിക്കേഷൻ വഴി, അല്ലെങ്കിൽ സാച്ചുറേഷൻ കൂടുമ്പോൾ, അല്ലെങ്കിൽ ഹെവി ആയിട്ട് റെയിൻഫോൾ വരുമ്പം, ഇതിങ്ങനെയുള്ള കാര്യങ്ങളിൽ കൊണ്ട് ഓവർലോഡിങ് നടക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ റിമൂവൽ ഓഫ് മെറ്റീരിയൽ ഓർ ലോഡ് ഫ്രം ഓവർ ദ ഒറിജിനൽ സ്ലോപ്പ് സർഫസ്. ഒറിജിനൽ സ്ലോപ്പ് സർഫസിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്നും മെറ്റീരിയൽ റിമൂവ് ആവുകയാണെങ്കിൽ. പിന്നെ ഒക്യൂറൻസ് ഓഫ് എർത്ത് ക്വേക്ക് നടക്കുകയാണെങ്കിൽ, എക്സ്പ്ലോഷൻസ് എന്തെങ്കിലും നടക്കുക, പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീനറി യൂസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെ എന്താണ് ഈ മാസ് മൊമെൻറ്റ് നടന്നേക്കാം. പിന്നെന്ന് പറയുന്നത് എക്സസീവ് നാച്ചുറൽ സീപ്പേജ് ഉണ്ടാവുകയാണെങ്കിലും, എന്ന് വെച്ചാൽ എന്താണ്, വാട്ടർ സോയിലിൽ കൂടെ ഒരുപാട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫൗണ്ടേഷൻ ബിൽഡിങ്ങിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. ഇത് പെർമിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രഷർ ഗ്രേഡിയൻറ്റിനെയും പെർമിബിലിറ്റി ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത്തരത്തിൽ എക്സസീവായിട്ട് നാച്ചുറൽ സീപ്പേജ് ഉണ്ടാകുമ്പം, പിന്നെ ഹെവി ഡ്രോ ഡൗൺ ഓഫ് വാട്ടർ ഫ്രം ലേക്സ്, റിസർവോയർസ് ആൻഡ് റിവേഴ്സ് ലീഡിങ് ടു സ്ലോ ഔട്ട്ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം അണ്ടർ ദ സ്ലോപ്സ് ഓർ റിവർ ബാങ്ക്സ്. പിന്നെ ഇൻഡിസ്ക്രിമിനേറ്റ് റിമൂവൽ ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ റിമൂവ് ആവുക. പിന്നെ ഇങ്ങനത്തെ കണ്ടീഷനിലൊക്കെ സംഭവിക്കുകയാണെങ്കിൽ മാസ് മൊമെൻറ്റിനെ എന്താണ് ആക്ടിവേറ്റ് ചെയ്തേക്കാനുള്ള കാരണമായിരിക്കാം. ഈ മാസ് മൊമെൻറ്റ് 3 ടൈപ്പ് പറയുകയാണെങ്കിൽ ഹീവ്, ഫ്ലോ, സ്ലൈഡ്. ഏതൊക്കെയാണ്? ഹീവ്, ഫ്ലോ, സ്ലൈഡ് എന്ന് പറയുന്നതാണ് 3 ടൈപ്പ് ഓഫ് മാസ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഹീവ് എന്ന് പറയുന്നത് ഹീവിങ് അപ്പോൾ സോയിൽസ് വിച്ച് ഫ്രോസ്റ്റ് ഗ്രോത്ത് ആൻഡ് അതർ കോസസ്. പിന്നെ ഫ്ലോ ആൻഡ് സ്ലൈഡ് ആർ ദ 3 ഫോംസ് ഓഫ് മാസ് മൊമെൻറ്റ്. ഇത്തരത്തിലൊരു ഫിഗർ അവൈലബിൾ ആയിരുന്നു പഴയ NCERT. ഇപ്പോൾ ഹീവ്, ഫ്ലോ, സ്ലൈഡ് ഇത് തമ്മിലുള്ള റിലേഷൻ കൊടുക്കുന്നത്. ഹീവ് എന്ന് പറഞ്ഞാൽ സ്ലോ മൂവ്മെൻ്റ് ആയിരുന്നു. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ്. കുറച്ചുകൂടി ഫാസ്റ്റ് മൂവ്മെൻ്റ് ആകുമ്പോൾ അത് സ്ലൈഡ് ആകും. പിന്നെ ഫ്ലോ എന്ന് പറയുന്നത് കുറച്ച് വെറ്റ് ഏരിയയിൽ നടക്കുന്നതാണ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം സ്ലോ ആയിട്ട് നടക്കുന്നതാണ് ഹീവ് എന്ന് പറയുന്നത്. അത് കുറച്ചിട്ട് സ്പീഡിൽ നടക്കും, ഡ്രൈ ഏരിയയിൽ സ്പീഡിൽ നടക്കുമ്പോൾ അത് സ്ലൈഡ് ആകും. പിന്നെ വെറ്റ് ഏരിയയിൽ നടക്കുമ്പോൾ, റിവറിൻ്റെ ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, വെറ്റ് ഏരിയയിൽ നടക്കുമ്പോൾ അത് ഫ്ലോ എന്ന് വിളിക്കുകയാണ്. അതായത് എർത്ത് ഫ്ലോ ആവാം, മഡ് ഫ്ലോ ആവാം, അങ്ങനെ പല രീതിയിൽ ആ ഒരു ഏരിയയിൽ കാണപ്പെടും. സ്ലൈഡാണ് പറയുന്നതെങ്കിൽ അത് ഫാസ്റ്റാണ്. റോക്ക് സ്ലൈഡ് ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ കുറേ ഡ്രൈ ഏരിയ ആണ്, റോക്ക് സ്ലൈഡ് ആയിരിക്കും. കുറച്ച് വെറ്റ് ഏരിയയിലോട്ട് വരും തോറും അത് ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞൊരു ഇതായിട്ട് മാറും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല വെറ്റ് ഏരിയയിലൊക്കെ പോകുമ്പോഴത്തേക്ക് മഡ് ഫ്ലോ, എർത്ത് ഫ്ലോ എന്നാവും. അത് റിവറിൻ്റെ ഏരിയയിലൊക്കെ നല്ല രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് ലാൻഡ് സ്ലൈഡ്സ്, ഇറോഷൻ ആൻഡ് ഡിപ്പോസിഷൻ, പിന്നെ സോയിൽ ഫോർമേഷൻ, ഈ 3 ടോപ്പിക്കും കൂടെ ഉണ്ട്. വി വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.